ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. അവസാദങ്ങളുടെ അളവ്, വേസ്റ്റുകളുടെ അളവ് എന്താണ് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ആ നദിയുടെ ഒഴുക്കിന്റെ വേഗത എന്തായിരിക്കും, കുറവായിരിക്കും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. സഹാരിയ റൈസിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണെന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. മത്സര പരീക്ഷകൾക്ക് ഭൂമിശാസ്ത്രം എന്ന വിഷയത്തിൽ, ജോഗ്രഫിയിൽ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേര് ലാൻഡ് ഫോംസ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നമ്മളങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ലാൻഡ് ഫോംസുമായി ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് നടന്ന പരീക്ഷകൾക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. റീസെൻ്റായിട്ട് നടന്ന ഒരു പ്രിലിംസ് എക്സാമിന്, ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് റിവർ ഡെൽറ്റാസ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ കോഡ്സ് ഗിവൻ ബിലോ. റിവർ ഡെൽറ്റാസുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നൊരു പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ് എന്നത് റീസെൻ്റായിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ചോദിക്കുന്ന മറ്റൊരു ടൈപ്പാണ് ഇറോഷണലുമായി ബന്ധപ്പെട്ട്, അപരദന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏത് എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. അടുത്തത് വീണ്ടും റണ്ണിംഗ് വാട്ടറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഡെൽറ്റാസുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ഡെവലപ്ഡ് ഇൻ അപ്പർ ഓർ മൗണ്ടെയിൻ കോഴ്സ് ഓഫ് റിവർ എന്ന് പറയുന്ന KSന് റീസെൻ്റായിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, റീസെൻ്റായിട്ട് നടന്ന മിക്ക പരീക്ഷകൾക്കും വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നമുക്ക് ലാൻഡ് ഫോംസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജൻസിയായ റണ്ണിംഗ് വാട്ടറും റണ്ണിംഗ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പറയുവാനായിട്ട് പോകുന്നത് വാട്ട് ആർ ലാൻഡ് ഫോംസ്, എന്താണ് ലാൻഡ് ഫോംസ്, വാട്ട് ഈസ് ലാൻഡ് ഫോംസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. എന്താണ് ഭൂരൂപങ്ങൾ എന്നുള്ള വസ്തുത. അപ്പോൾ എന്താണ് ഭൂരൂപങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, എർത്ത് സർഫസിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറുതും വലുതുമായ ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, ഭൂരൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സ്മാൾ ആൻഡ് മോഡറേറ്റ്ലി ലാർജ് ലാൻഡ് ഫോംസ് ഓൺ എർത്ത് സർഫസ് ആർ കാൾഡ് ലാൻഡ് ഫോംസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറുതും വലുതുമായ ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്, ലാൻഡ് ഫോംസ്. നമുക്ക് അറിയാവുന്ന കുറച്ച് ലാൻഡ് ഫോംസിന്റെ പേരുകൾ നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കി. നമുക്ക് ഒരുപാട് ലാൻഡ് ഫോംസ് നമുക്ക് പറയാൻ പറ്റും. ബീച്ച് ഒരു ലാൻഡ് ഫോംസ് ആണ്, വാട്ടർഫാൾ ഒരു ലാൻഡ് ഫോം ആണ്, ക്ലിഫ് ഒരു ലാൻഡ് ഫോം ആണ്, ഫ്ലഡ് പ്ലെയിൻസ് ഒരു ലാൻഡ് ഫോംസ് ആണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങളുടെ പേരുകൾ നമുക്കറിയാം. അപ്പോൾ ഓരോ ഭൂരൂപങ്ങളെയും എന്തൊക്കെ കാര്യങ്ങളിലാണ് അവ പരസ്പരം വ്യത്യാസമായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന, എർത്ത് സർഫസിൽ കാണപ്പെടുന്ന സ്മാൾ ആൻഡ് മോഡറേറ്റ് ലാർജ് പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ലാൻഡ് ഫോംസ്. ഈ ഓരോ ലാൻഡ് ഫോംസും എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഈച്ച് ലാൻഡ് ഫോംസ് ഹാസ് എന്തുണ്ട്, ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്റ്റ് ഫിസിക്കൽ ഷേപ്പ്. ഓരോ ലാൻഡ് ഫോംസിനും എന്തുണ്ട്, ഓരോ ഭൗതിക ആകൃതി കാണും. കാര്യം വെള്ളച്ചാട്ടത്തിന്റെ ആകൃതി ആയിരിക്കത്തില്ല ഏതിന്, ബീച്ചിനുള്ളത്. അതിനുള്ള ആകൃതി ആയിരിക്കത്തില്ല സ്റ്റാലക്ടൈറ്റിനും സ്റ്റാലഗ്മൈറ്റിനും ക്ലിഫിനും ഉള്ളത്. അപ്പോൾ ഓരോ ലാൻഡ് ഫോംസിനെ ഡിഫറെൻ്റ് ആക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് ഏതാണ്, ഡിസ്റ്റിങ് ഫിസിക്കൽ ഷേപ്പാണ്. ദെൻ സൈസ്, വലിപ്പത്തിൽ എന്ത് കാണും, വ്യത്യാസം കാണും. ദെൻ മെറ്റീരിയൽ കോമ്പോസിഷൻ, അതിൽ അടങ്ങിയിരിക്കുന്ന സംയോജനത്തിൽ തന്നെ എന്ത് കാണും, വ്യത്യാസത പുലർത്താറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടോപ്പിക്ക് ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് നമ്മുടെ ടോപ്പിക്ക്. ആദ്യം എന്താണ് ലാൻഡ് ഫോംസ്, എന്താ ലാൻഡ് ഫോംസ്, വേറെ ഒന്നുമില്ല. സ്മാൾ ആൻഡ് മോഡറേറ്റ്ലി ലാർജ് ലാൻഡ് ഫോംസ് ഓൺ എർത്ത് സർഫസ് ആർ കാൾഡ് ലാൻഡ് ഫോംസ്. ഓരോ ലാൻഡ് ഫോംസും എന്തൊക്കെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, ഷേപ്പിൽ വ്യത്യാസം കാണും, സൈസിൽ വ്യത്യാസം കാണും, പിന്നെ എന്താണ് അതിൻ്റെ കെമിക്കൽ ഓർ ബൈ കോമ്പോസിഷനിലൊക്കെ എന്ത് കാണും, വ്യത്യാസം കാണും. മെറ്റീരിയൽ കോമ്പോസിഷനിൽ എന്ത് കാണും, വ്യത്യസ്തത എന്ത് ചെയ്യുന്നു, പുലർത്തുന്നു. ഇനി ശ്രദ്ധിക്കുക,
ഇനി നമ്മൾ അടുത്ത പറയുവാനായിട്ട് പോകുന്ന കാര്യം എന്ന് ചോദിച്ചാൽ പറയണം, ഈച്ച് ലാൻഡ് ഫോംസ് ഈസ് ദ റിസൾട്ട് ഓഫ് ജിയോളജിക്കൽ പ്രോസസ് ആൻഡ് ജിയോമോർഫിക് ഏജൻസ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് മത്സര പരീക്ഷകൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ജിയോളജിക്കൽ പ്രോസസ് ആൻഡ് ജിയോമോർഫിക് ഏജൻസീസ്. അപ്പൊ എന്താണ് ജിയോളജിക്കൽ പ്രോസസ്, ദെൻ എന്താണ് ജിയോമോർഫിക് ഏജൻസ് എന്നുള്ള വസ്തുതയെക്കുറിച്ച് നമുക്ക് പറയാം. ജിയോളജിക്കൽ പ്രോസസ് മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് ഭൂരൂപീകരണ പ്രക്രിയ എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ ആ വാക്കിൽ തന്നെയുണ്ട്, പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഭൂരൂപീകരണ പ്രക്രിയ. ഈ ജിയോളജിക്കൽ പ്രോസസ്സ് രൂപപ്പെടുവാൻ കാരണമാകുന്ന ഹെൽപ്പേഴ്സ്, ഏജൻസീസ്, സഹായികൾ അറിയപ്പെടുന്ന പേരാണ് ജിയോമോർഫിക് ഏജൻസീസ്. അപ്പോൾ എന്താണ് ജിയോളജിക്കൽ പ്രോസസ്, എന്താണ് ജിയോളജിക്കൽ ഏജൻസീസ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. എന്താണ് ജിയോളജിക്കൽ പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഏത്, ജിയോളജിക്കൽ പ്രോസസ്, ഭൂരൂപീകരണ പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ അതിൻ്റെ കൂടെ മത്സര പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ജിയോ മോർഫോളജി എന്ന് ചോദിച്ചിട്ടുണ്ട്. സാർ ഈ സ്റ്റഡീസ് ചോദിക്കാറുണ്ടല്ലേ, ഉദാഹരണത്തിനാണെങ്കിൽ സ്റ്റഡി ഓഫ് ലേക്ക്, ലിംനോളജി, അങ്ങനെ അതിൽ അതേപോലെ ജോഗ്രഫിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദ ജിയോ മോർഫോളജി. അപ്പോൾ എന്താണ് ജിയോ മോർഫോളജി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക, സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോംസ് കാൾഡ് ജിയോ മോർഫോളജി. അപ്പോൾ ചോദിച്ചാൽ പറയണം, ഭൂരൂപങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും, ഒറിജിൻ ഉത്ഭവം, എവല്യൂഷൻ പരിണാമം തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് ജിയോ മോർഫോളജി, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടും, ഭൂരൂപശാസ്ത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് ലാൻഡ് ഫോംസ് ആർ ഫോംഡ് ഈസ് കാൾഡ് ലാൻഡ് ഫോം ഫോർമേഷൻ ഓർ ജിയോ മോർഫോളജി. അപ്പോൾ ലാൻഡ് ഫോംസിന്റെ ഫോർമേഷനെ കുറിച്ചുള്ള സ്റ്റഡി അറിയപ്പെടുന്ന പേരെന്താണ്, ജിയോ മോർഫോളജി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഭൂരൂപങ്ങൾ, ഓരോ ഭൂരൂപങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവുന്നത് ജിയോമോർഫിക് പ്രോസസ്സും, ഈ ജിയോമോർഫിക് പ്രോസസ്സിന് കാരണമാവുന്നത് പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജൻസീസുമാണ്. ദെൻ വാട്ട് ഈസ് ജിയോ മോർഫോളജി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത പറയേണ്ടത്, ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോളജിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഈ ഭൂരൂപീകരണ പ്രക്രിയ സാധ്യമാകണമെങ്കിൽ അതിന് കാരണമാകുന്ന, അതിന് സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജിയോമോർഫിക് ഏജൻസീസ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പേരിലാണ് അറിയപ്പെടുന്നത് ജിയോമോർഫിക് ഏജൻസീസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം, ദ മെയിൻ ഏജൻസ് ഓഫ് ലാൻഡ് ഫോം ഫോർമേഷൻ ആർ. ഏതൊക്കെയാ പ്രധാനപ്പെട്ട പേരുകൾ ചോദിച്ചാൽ പറയുക, 5 എണ്ണത്തിന്റെ പേരുകൾ നമ്മൾ പറയണം. ചോദിച്ചാൽ പറയണം, ഫസ്റ്റ് വൺ വിൻഡ്, ഏതാണ് വിൻഡ്. സെക്കൻഡ് വൺ വേവ് ആണ്, ഏതാണ് വേവ്, തിരമാല. അപ്പൊ ഏതൊക്കെയാ പറഞ്ഞേ, വിൻഡ്, വേവ്. അടുത്തത് ഗ്ലേഷ്യർ, ഹിമാനി എന്ന് പറയൂല്ലേ, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം. PSC റീസെന്റ് നടന്ന പരീക്ഷകൾക്ക് എല്ലാം ചോദിച്ചതാണ്. ഏത് വർഷമാണ്, 2025 അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം. അപ്പോൾ ഏതൊക്കെയാ പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജൻസീസ് നമ്മൾ പറഞ്ഞത്, വിൻഡ്, വേവ്, ഗ്ലേഷ്യർ. ദെൻ ഏതൊക്കെയാ, അവന് 2 വാട്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം, ഫസ്റ്റ് വൺ ഫ്ലോയിങ് വാട്ടർ ഓർ റണ്ണിങ് വാട്ടർ. അത് ഏതാ ഉദ്ദേശിക്കുന്നത്, നദിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതാണ് നദി, റണ്ണിങ് വാട്ടർ ആണ് ഉദ്ദേശിക്കുന്നത്, ഫ്ലോയിങ് വാട്ടർ നദിയുമായി ബന്ധപ്പെട്ട്. ദെൻ അടുത്ത ഏതാ, ഗ്രൗണ്ട് വാട്ടർ, അല്ലെങ്കിൽ ഏതാണ് ഭൂഗർഭ ജലം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ജിയോമോർഫിക് പ്രോസസ്സ്. ഈ ജിയോമോർഫിക് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസീസിനെ നമ്മൾ ജിയോമോർഫിക് ഏജൻസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ജിയോമോർഫിക് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, വിൻഡ്, വേവ്, ഗ്ലേഷ്യർ, ദെൻ ഏതാണ് റണ്ണിങ് വാട്ടർ, ദെൻ ഏതാണ് ഗ്രൗണ്ട് വാട്ടർ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജൻസീസ്. ഇനി ജിയോമോർഫിക് പ്രോസസ്സും ജിയോമോർഫിക് ഏജൻസീസും ഉണ്ടെങ്കിൽ മാത്രം പുതിയ ഭൂരൂപങ്ങൾ രൂപപ്പെടത്തില്ല. ക്ലിഫോ, ബീച്ചുകളോ, മിയാണ്ടറുകളോ, ഓക്സ്ബോ തടാകങ്ങളോ ഒന്നും രൂപപ്പെടുത്തില്ല. ഇതെല്ലാം പുതിയ ഭൂരൂപങ്ങൾ, ലാൻഡ് ഫോംസ് രൂപപ്പെടണമെങ്കിൽ അതിന് കാരണമാകുന്ന 2 ജിയോമോർഫിക് പ്രോസസ്സ്, ഭൂരൂപീകരണ പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, പ്രൈമറി പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ദ പ്രൈമറി പ്രോസസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ ലാൻഡ് ഫോംസ്. പുതിയ ലാൻഡ് ഫോംസ് രൂപപ്പെടുവാൻ സഹായിക്കുന്ന പ്രൈമറി പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയണം. ഫസ്റ്റ് വൺ
ഇറോഷൻ എന്ന് പറയും. എന്ത് പറയോടാ? ഇറോഷൻ. മലയാളത്തിൽ പല പേരുകളിൽ പറയും. നമ്മൾ കൂടുതൽ കേട്ടുള്ള ടേം അപരദനം എന്ന് പറഞ്ഞ ടേം ആയിരിക്കും. ചിലപ്പോൾ ഇറോഷൻ നമ്മൾ കേട്ടുള്ള വേർഡ് ഏതായിരിക്കും? അപരദനം എന്ന് പറയുന്ന വേർഡായിരിക്കും കൂടുതലും എന്ത് ചെയ്തിട്ടുള്ളത്? കേട്ടിട്ടുള്ളത്. ഇറോഷൻ നമ്മൾ എന്താ പറയുന്നത്? അപരദനം. ഖാദനം എന്ന് പറയുന്ന വേർഡും മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപരദനം, ഖാദനം എന്നൊക്കെ പറയും. വേണ്ട, ഇറോഷൻ എന്നുള്ള പേര് മതി. ദെൻ ഏതാ? ഡെപ്പോസിഷൻ. ഏതാണ്? ഡെപ്പോസിഷൻ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. അപരദനവും നിക്ഷേപണവും. അപ്പോൾ പുതിയ ഭൂരൂപങ്ങൾ രൂപപ്പെടണമെങ്കിൽ അതിന് സഹായകരമാകുന്ന പ്രൈമറി പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇറോഷൻ അപരദനവും, നിക്ഷേപണം ഡെപ്പോസിഷനുമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഭൂരൂപം? എർത്ത് സർഫസിൽ രൂപപ്പെടുന്ന ലാർജും മോഡറേറ്റുമായിട്ടുള്ള ലാൻഡ് ഫോംസിന്റെ പാർട്ടിക്കിൾസ് ആണ് എന്നറിയപ്പെടുന്ന ലാൻഡ് ഫോംസ്. ഓരോ ലാൻഡ് ഫോംസിനും ഷേപ്പിലും സൈസിലും അതിന്റെ മെറ്റീരിയൽ കോമ്പോസിഷനിലൊക്കെ എന്ത് കാണും? ഡിഫറൻസ് ആയിരിക്കും, വ്യത്യസ്തത പുലർത്താറുണ്ട്. ഇനി പുതിയ ഭൂരൂപങ്ങൾ രൂപപ്പെടണമെങ്കിൽ അതിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രക്രിയകളാണ്, രണ്ട് ഫാക്ടേഴ്സാണ്. ഏതൊക്കെ? ജിയോമോർഫിക് പ്രോസസ്സും ജിയോമോർഫിക് ഏജൻസീസും. സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോംസ് കാൾഡ് ജിയോമോർഫോളജി. ദെൻ നമ്മൾ എന്താണ് ജിയോമോർഫിക് പ്രോസസ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട, വാട്ട് ആർ ദ മെയിൻ ജിയോമോർഫിക് ഏജൻസീസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ പ്രൈമറി പ്രോസസ്സ് എന്തിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്? പുതിയ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? കാരണമാകും. ആ രണ്ട് പ്രോസസ്സ് ഏതൊക്കെയാണ്? അപരദനവും നിക്ഷേപണവും. ഇനി എന്താണ് അപരദനം, എന്താണ് നിക്ഷേപണം, അല്ലെങ്കിൽ എന്താണ് ഇറോഷൻ, എന്താണ് ഡെപ്പോസിഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ഇറോഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. എന്താണ് ഇറോഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. എന്താണ് അപരദനം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. നമുക്കറിയാം നമ്മുടെ ശിലകൾ, പാറകളുണ്ടല്ലേ. ഈ പാറകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്ത് ചെയ്യുന്ന വെച്ചാൽ പറഞ്ഞാൽ ഫിസിക്കൽ ഫാക്ടറിൻ്റെ ഫലമായിട്ടും ബയോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ടും കെമിക്കൽ പ്രോസസിൻ്റെ ഫലമായിട്ടും എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും, അത് പൊടിയും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വെതറിങ് എന്ന് പറയും. എന്ത് പറയടാ? വെതറിങ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ശിലകള് ഭൗതികപരമായ കാരണങ്ങളാലും ഫിസിക്കൽ ഫാക്ടേഴ്സിനാലും ജൈവികപരമായ കാരണങ്ങളാലും ദെൻ ഭൗതികപരമായ കാരണങ്ങളാലും പൊടിയുന്നതിനെ, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെ എന്ത് നമ്മൾ പറയും? എന്താ പേരാ പറയുന്നത്? വെതറിങ് എന്ന പേരാ പറയുന്നത്. എന്ത് പറയും? വെതറിങ്. അതായത് അപക്ഷയം, ക്ഷയം സംഭവിക്കും, പൊടിയും. ഈ അപക്ഷയം സംഭവിച്ച വസ്തുക്കൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പഠിച്ച ജിയോമോർഫിക് ഏജൻസീസ് അല്ലേ? ഏതൊക്കെയാ? കാറ്റ്, തിരമാല, ഹിമാനി, ഒഴുകുന്ന ജലം, ഭൂഗർഭജലം, വിൻഡ്, വേവ്, ഗ്ലേഷ്യർ, ഗ്രൗണ്ട് വാട്ടർ, ദെൻ റണ്ണിങ് വാട്ടർ ഓർ ഫ്ലോയിങ് വാട്ടർ, റിവറുമായി ബന്ധപ്പെട്ട് ഈ 5 ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിനെ, നീക്കം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഇറോഷൻ, അപരദനം. നമ്മൾ കാണാപ്പാടം പഠിക്കണം, മനസ്സിലാക്കി പഠിക്കും, വേറെ ഒന്നുമില്ല. ഫിസിക്കൽ, ബയോളജിക്കൽ, കെമിക്കൽ ഈ 3 പ്രക്രിയയുടെ ഫലമായിട്ട്, പ്രോസസിന്റെ ഫലമായിട്ട് റോക്സിന് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ സംഭവിക്കും, ശിലകൾ പൊടിയും. അതിന് നമ്മൾ വെതറിങ് എന്നാണ് പറയുന്നത്, അപക്ഷയം എന്നാണ് പറയുന്നത്. ഈ അപക്ഷയം സംഭവിച്ച സെഡിമെന്റ്സ്, വേസ്റ്റുകൾ, അവസാദങ്ങളെ ജിയോമോർഫിക് ഏജൻസീസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഇറോഷൻ, അപരദനം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക. അടുത്തത്, ഈ അപരദനം സംഭവിച്ച വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്ന വസ്തുക്കൾ, ഇറോഷൻ ഫാക്ടേഴ്സ്, അപരദനത്തിന്റെ ഫലമായിട്ട് നീക്കം ചെയ്ത സെഡിമെന്റ്സ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഡെപ്പോസിഷണൽ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ബീൻ ക്യാരിഡ് അവേ ബൈ ഇറോഷൻ ആർ laid down or settled in a lower area. വേറെ ഒന്നുമില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. അപരദന ഫലമായിട്ട് രൂപപ്പെട്ട സെഡിമെന്റ്സ്, വസ്തുക്കളെ ഏതെങ്കിലും താഴ്ന്ന പ്രദേശത്തെ ലോവർ ഏരിയയിലോട്ട് നിക്ഷേപിക്കുന്നതിനെ, ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? നിക്ഷേപണം എന്ന് പറയും. അപ്പോൾ വേറെ ഒന്നുമില്ല, ആദ്യം ശിലകൾ പൊടിയും, വെതറിങ്. ഈ പൊടിഞ്ഞ വസ്തുവിനെ ഭൂരൂപീകരണ സഹായികൾ, ജിയോമോർഫിക് ഏജൻസീസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? ഇറോഷൻ എന്ന് പറയും. ഇറോഷൻ സംഭവിച്ച സെഡിമെന്റ്സ് ഏതെങ്കിലും ലോവർ ഏരിയാസിൽ നിക്ഷേപിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? നിക്ഷേപണം എന്ന പേരിൽ നമ്മൾ പറയുന്നു. ഈ ഇറോഷന്റെയും നിക്ഷേപണത്തിന്റെയും ഫലമായിട്ട് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ലാൻഡ് ഫോംസ് എന്ത് ചെയ്യാറുണ്ട്? ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്, രൂപപ്പെടാറുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, വലിയ ടോപ്പിക്കാണ്. ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞ ഒരു വലിയ ടോപ്പിക്കാണല്ലോ. 5 ജിയോമോർഫിക് ഏജൻസീസിനെ കുറിച്ചും ഈ ഓരോ ജിയോമോർഫിക് ഏജൻസീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസും ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസുമാണ് നമുക്ക് പഠിക്കേണ്ടത്. മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നു അങ്ങനെയാണ്. കുറച്ച് ലാൻഡ് ഫോംസ് വന്നിട്ട് അതിൽ ഏതാണ് റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്,
ഗ്ലേഷ്യർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതാണ്, ഡെപ്പോഷണൽ ലാൻഡ് ഫോംസ് ഏതാണ്, ഇതിൻ്റെ ഷേപ്പ് ഏതാണ്, അങ്ങനെയൊക്കെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഇത്ര കാര്യം പഠിക്കുകയുള്ളൂ, റണ്ണിങ് വാട്ടറുമായി ബന്ധപ്പെട്ട വസ്തുതകളായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒഴുകുന്ന ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട 5 ഭൂരൂപീകരണ സഹായികൾ ഉണ്ടെങ്കിൽ പോലും എർത്ത് സർഫസിൽ, നമ്മുടെ ഭൗമോപരിതലത്തിൽ മോസ്റ്റ് ഇമ്പാക്റ്റ്ഫുൾ ജിയോമോർഫിക് ഏജൻറ്റ്സ് ദാറ്റ് ബ്രിങ് അബൌട്ട് മോസ്റ്റ് ചേഞ്ചസ് ഓൺ എർത്ത് ഈസ് റണ്ണിങ് വാട്ടർ. അതായത് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്ന, മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ജിയോമോർഫിക് ഏജൻസി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അതേതാണ്, റണ്ണിങ് വാട്ടർ ആണ്. ഭൗമോപരിതലത്തിൽ 5 പ്രധാനപ്പെട്ട ഭൂരൂപീകരണ സഹായികൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്ന ഭൂരൂപീകരണ സഹായി ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഏതാണ്, റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലമാണ്. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും പാഠഭാഗങ്ങളിൽ ഏതെങ്കിലും സംഭവത്തെ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് മൺസൂൺ മഴയുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കാറ്റിൻ്റെ, വിൻഡിൻ്റെ ഡയറക്ഷനെ, സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിരന്തരമായിട്ട് ചോദിക്കാറുള്ള കാര്യമാണ്. അതേപോലെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള SCRT NCRT പോയിന്റ് ആണ്. വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് റിവർ? ഒരു നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ട കാര്യമല്ല, അറിഞ്ഞിരിക്കുക, കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. നദി ശക്തമായിട്ട് ഒഴുകണമെങ്കിൽ ഒന്ന് ആ നദിയിൽ എന്ത് വേണം, വെള്ളം വേണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഘടകം. ഏതാ ഫാക്ടർ? എമൗണ്ട് ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ല, ഒന്നാമത്തെ ഫാക്ടറായിട്ട് നമ്മൾ പറഞ്ഞത് എമൗണ്ട് ഓഫ് വാട്ടർ ആണല്ലേ. ഒരു നദിയിൽ ജലത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നദി എന്ത് ചെയ്യും, വേഗത്തിൽ ഒഴുകും. ഇനി നേരെ മറിച്ച് നദിയുടെ ഒഴുക്കിൻ്റെ വേഗത കുറവാകുന്ന ഏത് സാഹചര്യത്തിലായിരിക്കും, നദിയിൽ വെള്ളം കുറവാകുന്ന സാഹചര്യത്തിലായിരിക്കും അല്ലേ. അടുത്ത രണ്ടാമത്തെ ചോദിച്ച് നമ്മൾ പറയണം റോക്ക് സ്ട്രക്ചറാണ്. ഏതാണ്ടാ റോക്ക് സ്ട്രക്ചർ, നമ്മൾ മലയാളത്തിൽ ശിലാഘടന എന്ന് പറയും. രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്, റോക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ശിലാഘടന എന്ന പേരിൽ പറയും. എന്താണ് റോക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ശിലാഘടന എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു നദികളിൽ, ഉദാഹരണത്തിന് പെൻസുലാർ റിവേഴ്സും ഹിമാലയൻ റിവേഴ്സും നമുക്ക് കമ്പയർ ചെയ്യാം. ഹിമാലയൻ റിവേഴ്സിൻ്റെ പ്രത്യേകത കൂടുതലും പ്ലെയിൻസിൽ കൂടിയായിരിക്കും ഒഴുകുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നദി എന്ത് ചെയ്യും, ഒഴുകി അങ്ങ് പോകും. ഇത് നേരെ മറിച്ച് പെൻസുലാർ റിവേഴ്സിൻ്റെ പ്രത്യേകത പെൻസുലാർ പ്ലേറ്റ്യൂലൂടെ ഒഴുകുന്ന നദികളാണ്, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഒഴുകുന്ന നദികളാണ്. ധാരാളം പാറക്കെട്ടുകളൊക്കെ കാണും. അപ്പോൾ നദികൾ സാവധാനം മാത്രമേ ഒഴുകാറുള്ളൂ. കൂടുതലും വെള്ളച്ചാട്ടങ്ങളൊക്കെ ചിത്രത്തിൽ കാണിച്ച പോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണപ്പെടാറുണ്ട്. കാര്യം പാറകളൊക്കെ ആണല്ലോ. അപ്പോൾ അത് നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഘടകം എന്ന് ചോദിച്ചാൽ ഏതാണ്, റോക്ക് സ്ട്രക്ചറാണ്. ഇതിന് അടുത്ത പ്രധാനപ്പെട്ട ഘടകം നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു വീട് തന്നെ വയ്ക്കാൻ നേരത്തെ നമ്മുടെ റൂമിലൊക്കെ ജസ്റ്റ് വൃത്തിയാക്കി കഴുകിയൊക്കെ ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ വെള്ളം നേരെ ഒഴുകിയങ്ങ് പോകും. ഇതേപോലെ നദി പെട്ടെന്ന് ഒഴുകി പോകണമെങ്കിൽ എന്ത് വേണം, ആ പ്രദേശത്തിന് ചരിവ് അതിനെ സ്വാധീനിക്കാറുണ്ടല്ലേ. ചരിവ് കൂടുതലാണെങ്കിൽ നദി വേഗം ഒഴുകും, ചരിവ് കുറവ് പ്ലെയിൻ ആണെങ്കിൽ നദി പയ്യെ ഒഴുകത്തുള്ളൂ. ആ സംഭവമാണ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ പറയുക സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ ആണ്. മൂന്നാമത്തെ ഫാക്ടർ ഏതാണ്, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ. നാലാമത്തെ ഘടകം എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്, അവസാദങ്ങളുടെ അളവ്. അതും ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. ഒരു നദിയിൽ അവസാദങ്ങളുടെ അളവ്, വേസ്റ്റുകളുടെ അളവ് എന്താണ്, കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ആ നദിയുടെ ഒഴുക്കിൻ്റെ വേഗത എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ആ നദിയിൽ അവസാദങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ നദി ഒഴുകുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പം നമുക്കൊന്ന് ഓർത്ത് നോക്കാം, ഏതൊക്കെ ഘടകങ്ങളാണ് നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എമൗണ്ട് ഓഫ് വാട്ടർ, റോക്ക് സ്ട്രക്ചർ, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, ദെൻ എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്, അവസാദങ്ങളുടെ അളവ്, ജലത്തിൻ്റെ അളവ്, ദെൻ ഏതാണ് ചരിവ് പറഞ്ഞല്ലേ, പ്രദേശത്തിൻ്റെ ചരിവ് പറഞ്ഞ് സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ. ദെൻ നമ്മൾ പറഞ്ഞ ഏതാണ്, റോക്ക് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതാണ് റോക്ക് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ റണ്ണിങ് വാട്ടറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജിയോമോർഫിക് ഏജൻസിയാണ്. ഏതൊക്കെ ഘടകങ്ങളാണ് എന്തിനെ സ്വാധീനിക്കുന്നത്, റണ്ണിങ് വാട്ടറിൻ്റെ ഒഴുകുന്ന ജലത്തിൻ്റെ സ്പീഡിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ലോ ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ മലയാളത്തിലാണ് ചോദിച്ചത്. എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: ഒരു നദി കടലിലോ മറ്റ് ജലാശയങ്ങളിലോ പതിക്കുന്ന സ്ഥാനം അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ നദീമുഖം എന്നായിരുന്നു. ഒരുപാട് ആൾക്കാർ തിരിച്ച ക്വസ്റ്റ്യൻ ആണ്. നദീമുഖം എന്ന് നമ്മൾ വിചാരിക്കും, ആ ഫ്രണ്ടിലല്ലേ നദീമുഖം ഇരിക്കും. അല്ല,
അതെന്താണ്? പ്രഭവസ്ഥാനം എന്നാണ് നമ്മൾ പറയുന്നത്. ഒറിജിൻ പ്ലേസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും ഉറവിടം, സോഴ്സ്, റിവർ സോഴ്സ്. അപ്പോൾ ഈ ടൈം മറക്കരുത്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ദ റീജിയൻ വെയർ എ റിവർ ഒറിജിനേറ്റ് ഈസ് നോൺ ആസ് ദ റിവർ സോഴ്സ്. അതിന്റെ ഉറവിടം, ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരാണ് എന്ത് പറയും? റിവർ സോഴ്സ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് എന്താ പറയുന്നത്? പ്രഭവ സ്ഥാനം എന്നാണ് പറയുന്നത്. പ്രഭവ സ്ഥാനം എന്ന പേരിൽ നമ്മൾ പറയും. ഉദാഹരണത്തിന് ഓരോ നദിയുടെയും പ്രഭവ സ്ഥാനം ചോദിച്ചാൽ കേരളത്തിലെ നീളം കൂടിയ നദികൾ തന്നെ നമുക്ക് എടുക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ പ്രഭവ സ്ഥാനം എവിടെയാ? നിങ്ങൾ പറയാൻ ശ്രമിച്ചേ. പെരിയാറിന്റെ പ്രഭവ സ്ഥാനം ശിവഗിരി മല, ഭാരതപ്പുഴ, ആനമല, പമ്പ, പുളിച്ചിമല, ചാലിയാർ, CPOയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇളമ്പലേരി ഹിൽസ്, ചാലക്കുടി പുഴയും ഇവിടെ തന്നെയാണ്, ആനമല തന്നെയാണ്. ഇതൊക്കെ പ്രഭവസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഓരോ ഹിൽസിന്റെ പേര് പറയും. അപ്പോൾ ഓരോ നദിയുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്ന പേര് പ്രഭവസ്ഥാനം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഏത്? റിവർ സോഴ്സ് എന്ന പേരിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ദ എൻഡിങ് പോർഷൻ ഓഫ് ദ റിവർ ഈസ് കാൾഡ് റിവർ മൗത്ത്. മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് നദീമുഖം എന്ന പേരിലാണ് നമ്മൾ പറയുന്നത്. മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത്? നദീമുഖം എന്ന പേരിൽ നമ്മൾ പറയും. മലയാളത്തിൽ നദീമുഖം എന്ന് പറയും അല്ലേ. ദ എൻഡിങ് പോർഷൻ ഓഫ് ദ റിവർ ഈസ് കാൾഡ് റിവർ മൗത്ത്. അപ്പൊ മറക്കരുത്, ഒരു നദിയുടെ ഉത്ഭവസ്ഥാനത്തെ പ്രഭവസ്ഥാനം റിവർ സോഴ്സ് എന്നും, ഒരു നദിയുടെ പതനസ്ഥാനത്തെ നദീമുഖം എന്നും പറയുന്നു. അതിന്റെ ഉദാഹരണമായിട്ട് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ കേരളത്തിൽ തന്നെ നദികളുടെ കുറച്ച് പ്രഭവസ്ഥാനങ്ങൾ പറഞ്ഞത്. ഇനി അതിന്റെ തന്നെ ഒരു ഉത്ഭവം പറഞ്ഞാൽ പമ്പയുടെ ഉത്ഭവം എവിടെയാ? പമ്പ, പെരിയാർ, മണിമലയാർ, മീനച്ചലാർ, മൂവാറ്റുപുഴയാർ, അച്ഛൻകോവിലാർ, ഇതിന്റെ എല്ലാം പതനസ്ഥാനം വേമ്പനാട് കായലാണ്. അതിനുശേഷമാണ് വേമ്പനാട് കായൽ എന്ത് ചെയ്യുന്നത്? അറബിക്കടലിലൊക്കെ പതിക്കുന്നത്. അതാണ് നദീമുഖം. ഒരു നദി കടലിലോ മറ്റ് ജലാശയങ്ങളിലോ പതിക്കുന്ന സ്ഥാനം നദീമുഖം എന്ന പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ എന്ത് പറയും? റിവർ മൗത്ത് എന്ന പേരിൽ അറിയപ്പെടും. എൻഡിങ് പോർഷൻ കോൾഡ് റിവർ മൗത്ത് ആൻഡ് ഒറിജിൻ പ്ലേസ് നോൺ ആസ് റിവർ സോഴ്സ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. സിമ്പിൾ കാര്യം, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചങ്ങ് പോവാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാനായിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. We can primarily divide a reverse flow from its source to its mouth into 3 stages. പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്രധാനമായിട്ടും പ്രഭവസ്ഥാനം മുതൽ ഏത് തൊട്ട്? ഈ റിവർ സോഴ്സ് തൊട്ട് ഏത് വരെ? ഈ റിവർ മൗത്ത് വരെയുള്ള, നദീമുഖം വരെയുള്ള നദിയുടെ ഫ്ലോയെ, ഒഴുക്കിനെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? 3 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. എത്ര ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്? 3 ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യാം? തിരിക്കാം. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് 3 ഘട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറയും: ഉപരിഘട്ടം, ടോപ്പ്, മിഡിൽ, മധ്യഘട്ടം, ലാസ്റ്റ്, കീഴ്ഘട്ടം എന്നൊക്കെ പറയും. നമ്മൾ ചോദിച്ചാൽ പറയണം ഫസ്റ്റ് വൺ അപ്പർ കോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അപ്പർ സ്റ്റേജ് എന്ന് പറയും. സെക്കൻഡ് വൺ മിഡിൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? മിഡിൽ സ്റ്റേജ്. ഏറ്റവും താഴെ ഏതാ? ലോവർ സ്റ്റേജ്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു നദിയുടെ ഒഴുക്കിനെ അതിൻ്റെ ഉത്ഭവത്തിൽ നിന്ന്, റിവർ സോഴ്സിൽ നിന്ന് റിവർ മൗത്ത് വരെയുള്ള, നദീമുഖം വരെയുള്ള നദിയുടെ ഒഴുക്കിനെ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ അപ്പർ സ്റ്റേജ്, സെക്കൻഡ് വൺ മിഡിൽ സ്റ്റേജ്, തേർഡ് വൺ ലോവർ സ്റ്റേജ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങൾ, ഉപരിഘട്ടത്തിൽ എങ്ങനെ, മധ്യഘട്ടത്തിൽ എങ്ങനെ, കീഴ്ഘട്ടത്തിൽ എങ്ങനെ, അതിൻ്റെ പ്രോസസ്സാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതും മത്സര പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെ ഓരോ ഘട്ടം തന്നിട്ട് അതിനകത്ത് ഇറോഷണൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, ഡെപ്പോഷണൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, ഈ ഓരോ ഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്, ഇവിടെ രൂപപ്പെടുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഈ ഭാഗം അങ്ങ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. സിമ്പിളാണ്. നമുക്കപ്പോൾ അതിലോട്ട് പോവാം. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പറയേണ്ടത് അപ്പർ സ്റ്റേജ് അല്ലെങ്കിൽ അപ്പർ കോഴ്സിനെ കുറിച്ചുള്ള കാര്യമാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഉപരിഘട്ടമാണല്ലേ, ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഒരു മനുഷ്യന്റെ പ്രായത്തെ ബേസ് ചെയ്ത് നമ്മളിത് പറയാറുള്ളത്. അപ്പോൾ മനുഷ്യന്റെ പ്രായം തന്നെ അങ്ങ് ആലോചിച്ചാൽ ആദ്യം എപ്പോൾ പറയണം? നോൺ ആസ് യൂത്ത് സ്റ്റേജ് ആൻഡ് മൗണ്ടെയിൻ സ്റ്റേജ്. ഇപ്പോൾ ഉപരിഘട്ടം അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ പറയണം യൗവനഘട്ടം എന്ന പേരിലും അറിയപ്പെടുന്നു, മൗണ്ടെയിൻ സ്റ്റേജ് പർവ്വതഘട്ടം എന്ന പേരിലും അറിയപ്പെടുന്നു. വേറെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓരോ നദികൾ ഉത്ഭവിക്കുന്ന ഏതെങ്കിലും പർവ്വത പ്രദേശത്ത് നിന്നൊക്കെ ആയിരിക്കത്തില്ലേ ഇതാ കൊടുത്തിരിക്കുന്നത്. ഓരോ നദികൾ ഉത്ഭവിക്കുന്ന ഏതെങ്കിലും പർവ്വത പ്രദേശമായിരിക്കും. അപ്പോൾ പ്രായം കുറവാണല്ലോ, അപ്പോൾ യൂത്ത് സ്റ്റേജ് എന്നറിയപ്പെടും. തന്നെ ഏതാണ്? മൗണ്ടെയിൻ സ്റ്റേജ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് എന്നറിയപ്പെടുന്നത് ഏത്? അപ്പർ സ്റ്റേജ് എന്നുള്ള കേസ് മറക്കരുത്. ഇനി പറയുക ദ ഒറിജിൻ ഓഫ് റിവർ, ദ ഒറിജിൻ പ്ലേസ് ഓഫ് റിവർ ആയിരിക്കും അല്ലേ. ദ ഒറിജിൻ റീജിയൻ ഓഫ് ദി റിവർ കോൾഡ് അപ്പർ സ്റ്റേജ്. ഓരോ നദിയുടെയും ഉത്ഭവ പ്രദേശം അറിയപ്പെടുന്ന ഘട്ടമാണ് എന്നറിയപ്പെടുന്നത് അപ്പർ സ്റ്റേജ്. അപ്പോൾ പറഞ്ഞ കാര്യമൊന്നുമില്ല. ഒരു നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം അല്ലെങ്കിൽ അപ്പർ സ്റ്റേജ് ഓർ അപ്പർ കോഴ്സ്.
ദെൻ പറഞ്ഞു ഇതിൽ യൂത്ത് സ്റ്റേജ് എന്നും മൗണ്ടൻ സ്റ്റേജ് എന്ന പേരിലൊക്കെ എന്ത് ചെയ്യും അറിയപ്പെടുന്നു. ഇനി നദികൾ എങ്ങനെ ഒഴുകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേ, ദ റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്പ്, അതായത് പർവ്വത പ്രദേശത്തുനിന്നല്ലേ ഉത്ഭവിക്കുന്നത്. അപ്പം ചോദിച്ചാൽ പറയണം താരതമ്യേന ചരിവ് കൂടിയ പ്രദേശത്ത് കൂടിയൊക്കെ ഇരിക്കും എന്ത് ചെയ്യുന്നത് നദി ഒഴുകുന്നത്. അതായത് പർവ്വത പ്രദേശത്ത് നിന്നായിരിക്കും നദി ഒഴുകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചരിവത്തി എന്തായിരിക്കും കൂടുതലായിരിക്കും എന്നങ്ങ് ആലോചിച്ചാൽ മതി. റിവർ ഫ്ലോസ് ത്രൂ എ സ്റ്റീപ്പ് സ്ലോപ്പ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നദി ഉത്ഭവിക്കുന്നേ ഉള്ളൂ. നദി പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉത്ഭവിച്ച് നദി ഒഴുകുകയാണ്. അപ്പോഴവിടെ എന്തെങ്കിലുമൊക്കെ സെഡിമെന്റ്സ് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. തുടക്കത്തിലെ വേസ്റ്റ് അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് പറയാം ഇവിടെ എന്തായിരിക്കും ഈ സ്റ്റേജിൽ എന്തായിരിക്കും ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇല്ലായിരിക്കും അല്ലേ. അപ്പം നമ്മൾ പറയണം നോ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് സ്ട്രോങ് ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ. അല്ലെങ്കിൽ ഇറോഷണൽ ആക്ടിവിറ്റി എന്തായിരിക്കും? നല്ല ഇന്റൻസീവ് ആയിരിക്കും. തീവ്രമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അപരദന പ്രക്രിയയും ഇറോഷണൽ ആക്ടിവിറ്റിയും നിക്ഷേപണ പ്രവർത്തനം എന്തുമായിരിക്കും? ഇവിടെ കുറവ് ഇല്ലാത്ത ഘട്ടമായിരിക്കും. ഇനി ഈ ഘട്ടത്തിൽ പ്രധാനമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഉപരിഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ്. ഫസ്റ്റ് വൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാലീസ് ഉണ്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? വി ഷേപ്ഡ് വാലിയാണ്. ഏതാണ്? വി ഷേപ്ഡ് വാലി, വി രൂപ താഴ്വര. ഏതാണ്? വി രൂപ താഴ്വര. ദെൻ വാട്ടർഫാൾ, റാപ്പിഡ്സ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യം ഉപരിഘട്ടം നമുക്ക് കാണാതെ പറയാന്നുള്ളതേ ഉള്ളൂ. എന്താ ഉപരിഘട്ടം എന്ന് പറഞ്ഞാൽ? ഒരു നദിയുടെ ഉത്ഭവ പ്രദേശം, യൗവനഘട്ടം, യൂത്ത് സ്റ്റേജ് ആൻഡ് ദെൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പറഞ്ഞേ, യൂത്ത് സ്റ്റേജ് എന്ന് പറയപ്പെടും. മൗണ്ടൻ സ്റ്റേജ്, പർവ്വതഘട്ടം എന്ന് അറിയപ്പെടും. നോ ഡിപ്പോസിഷണൽ ആക്ടിവിറ്റി ആൻഡ് സ്ട്രോങ് ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ. ഏതൊക്കെ ലാൻഡ് ഫോംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? വി ഷേപ്ഡ് വാലി, വാട്ടർഫാൾ, റാപ്പിഡ്സ് തുടങ്ങിയ ലാൻഡ് ഫോംസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, രൂപപ്പെടുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ അപ്പർ സ്റ്റേജിൽ പറഞ്ഞത്. ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത പറയാനായിട്ട് പോകുന്നത് മിഡിൽ സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്, മധ്യഘട്ടത്തെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മിഡിൽ സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ഘട്ടത്തെ നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ മെച്യൂർഡ് സ്റ്റേജ് എന്ന് പറയാറുണ്ട് കേട്ടോ. എന്ത് അറിയപ്പെടും? മെച്യൂർഡ് സ്റ്റേജ്. നമ്മളെ പ്രായം ആദ്യം യൗവനം വരുന്നല്ലേ, യൗവനത്തിൽ നമ്മൾ അത്ര മെച്യൂർഡൊന്നും ആയില്ല, തുടക്കമാണല്ലേ മനുഷ്യൻ്റെ പ്രായം നോക്കുമ്പോൾ. അടുത്ത് നമ്മൾ എന്താ പറഞ്ഞേ? സെക്കൻഡ് സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആയി. മധ്യവയസ്കരൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താവും? മെച്യൂർഡ് ആവും. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന പേരാണ് മെച്യൂർഡ് സ്റ്റേജ് എന്നും മെച്യൂർ സ്റ്റേജ് എന്നും അറിയപ്പെടാറുണ്ട്. മലയാളത്തിലാണെങ്കിൽ പരിപക്വമായ ഘട്ടം എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. പക്വതയുള്ള ഘട്ടം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ഒഴുകുന്ന എങ്ങനെയാ? ഫ്ലോസ് എലോങ് ദ ഫുട് ഹിൽസ് വിത്ത് എ റിലേറ്റീവ്ലി ജെന്റിൽ. അതായത് ആദ്യം നദി എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ പർവ്വത പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് നദി ഒഴുകുകയാണ്. പർവ്വത പ്രദേശത്ത് നദി ഉത്ഭവിച്ച് ഒഴുകിയതിന് ശേഷം ആ കുന്നിന്റെ മണ്ടയിൽ നിന്ന് വെള്ളം വീണ് ചരിവ് കുറഞ്ഞ എവിടെ അടിവാരത്തോട് ചേർന്നായിരിക്കും നദി ഒഴുകുന്നത്. അതാണ് പറഞ്ഞത് ഫുട് ഹിൽസ് വിത്ത് റിലേറ്റീവ്ലി ജെന്റിൽ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. മിഡിൽ സ്റ്റേജിനെ മെച്യൂർഡ് സ്റ്റേജ് എന്നും ദെൻ എന്ത് പേരിലും അറിയപ്പെടാറുണ്ട്? പരിപക്വമായ ഘട്ടം എന്നും അറിയപ്പെടാറുണ്ട്. ഫ്ലോസ് എലോങ് ദ ഫുട് ഹിൽസ് വിത്ത് റിലേറ്റീവ്ലി ജെന്റിൽ. ഇത് നമുക്ക് എങ്ങനെയാണ് ഇറോഷണൽ, എങ്ങനെയാണ് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇറോഷണൽ ആക്ടിവിറ്റി കൂടുതലാണ്, പക്ഷെ എന്തിനെ അപേക്ഷിച്ച് കുറവാണ്? അപ്പർ സ്റ്റേജിനെ അപേക്ഷിച്ച് കുറവും ലോവർ സ്റ്റേജിനെ അപേക്ഷിച്ച് എന്തുമായിരിക്കും? കൂടുതലുമായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ഇറോഷണൽ ഇന്റൻസിറ്റി ഈസ് ലോ, കുറവാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് കുറവ്, ലാസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് കൂടുതൽ. ഇനി ഇവിടെ മുതൽ എന്ത് ആരംഭിക്കോടാ? ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ബിഗിൻ. കാര്യം മുകളിൽ നിന്ന് ജലം താഴേക്ക് വീണ് ചരിവ് കുറഞ്ഞ പ്രദേശത്തോട് നദി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയാണ് ചിത്രത്തിൽ കാണിച്ചതുപോലെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വേസ്റ്റൊക്കെ കാണാനുള്ള സാധ്യത എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഡിപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ആരംഭിക്കുന്നതും ഇറോഷണൽ ആക്ടിവിറ്റി കുറഞ്ഞ സ്റ്റേജാണ് എന്നറിയപ്പെടുന്നത് മിഡിൽ സ്റ്റേജ്. ഇനി ഈ സ്റ്റേജിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറയണം, പറഞ്ഞിരുന്ന കാര്യം ശ്രദ്ധിച്ച്, ദ സ്റ്റേജ് വെയർ റിവേഴ്സ് എൻറ്റർ ദ വാലി. താഴ്വരകളിലേക്ക് നദികൾ പ്രവേശിക്കുന്ന ഘട്ടം ചോദിച്ചാൽ പറയണം അതേതാണ്? മിഡിൽ സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിലെ പ്രത്യേകത അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നദിയിൽ എന്ത് കാണപ്പെടാറുണ്ട്? കർവ്സ് രൂപപ്പെടാറുണ്ട്. അപ്പോൾ ആ ഭൂരൂപങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ എക്സാമ്പിൾ? ഏതൊക്കെയാ അവിടുത്തെ ലാൻഡ് ഫോംസ്? മിയാൻഡർ ആൻഡ് ഓക്സ്ബോ ലേക്സ്. മിയാൻഡറും രൂപപ്പെടും, ചിലപ്പോൾ എന്തും രൂപപ്പെടും? ഓക്സ്ബോ ലേക്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? രൂപപ്പെടാറുള്ളതാണ് എന്നറിയപ്പെടുന്നത് മധ്യഘട്ടം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ആലോചിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഘട്ടമാണ് പ്രഭവസ്ഥാനത്തെയും റിവർ സോഴ്സിനെയും റിവർ മൗത്തിനെയും ബേസ് ചെയ്ത് റിവറിൻ്റെ ഫ്ലോയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈഡ് ചെയ്യാം.
അപ്പർ സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, ലോവർ സ്റ്റേജ്. നമ്മൾ അപ്പർ സ്റ്റേജിന് ശേഷം പറഞ്ഞതാണ് മിഡിൽ സ്റ്റേജ്. ഫുഡ് ഹിൽസ് റീജിയനോട് ചേർന്നാണ് നദി ഒഴുകുന്നത്. കമ്പാരിറ്റീവ്ലി ഇറോഷണൽ ആക്ടിവിറ്റി കുറവും ഡെപ്പോഷണൽ ആക്ടിവിറ്റി ബിഗിൻ ചെയ്യുന്നു. റിവർ എവിടേക്ക് എൻ്റർ ചെയ്യും? വാലിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്റ്റേജാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ആണ് മിയാണ്ടറും ഓക്സ്ബോ ലേക്സും. ഇത്ര കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത് പറയേണ്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ലോവർ സ്റ്റേജ് ആണ്, ഏറ്റവും അവസാന ഘട്ടമാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കടാ. ആദ്യം നദി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് മൗണ്ടെയിൻ സ്റ്റേജ്, ഇങ്ങനെ പർവ്വതത്തിൽ നിന്ന് വീണതിന് ശേഷം നദി എന്ത് ചെയ്യും? ചരിവ് കുറഞ്ഞ പ്രദേശത്ത് കൂടി ഇങ്ങനെ വളഞ്ഞൊക്കെ ഒഴുകാനായിട്ട് തുടങ്ങി. ഇങ്ങനെ വളഞ്ഞൊക്കെ ഒഴുകി നദി അവസാനമാകുമ്പം വേസ്റ്റൊക്കെ കൂടുതൽ നിക്ഷേപിക്കും. വയസ്സാവും, അവസാന ഘട്ടമല്ലേ. അപ്പോൾ നദി എന്ത് ചെയ്യും? കടലിലൊക്കെ ചേരാറുള്ളതാണ്. അപ്പോൾ പ്ലെയിൻ റീജിയനോട് ചേർന്നായിരിക്കും എന്ത് ചെയ്യാറുള്ളത്? നദി ഒഴുകാറുള്ളത്. അപ്പോൾ നമുക്ക് പറയാം referred to as a old age stage. ഇതാ ഇവിടെ പറയുന്നുണ്ടല്ലേ, എന്താണ്? വാർദ്ധക്യഘട്ടം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പറഞ്ഞു മനുഷ്യന്റെ പ്രായം തന്നെയാണ്. ആദ്യം യൗവനം, പക്വം, പിന്നെ ഏതാണ്? വാർദ്ധക്യം. ആ സ്റ്റേജാണ്. അപ്പോൾ ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓൾഡ് ഏജ് സ്റ്റേജ് എന്ന പേരിൽ എന്ത് ചെയ്യാറുണ്ട്? അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. നേരത്തെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. കണ്ടോ എങ്ങനെയാ? ഇത് ഏത് ഭാഗത്തൂടെ നദി ഒഴുകുന്ന പ്രദേശം കണ്ടോ എങ്ങനെയാ? പ്ലെയിൻസ് റീജിയനോട് ചേർന്നായിരിക്കും അല്ലേ? ഫ്ലോസ് എലോങ് ദ പ്ലെയിൻ. സമതലത്തോട് ചേർന്ന് നദികൾ ഒഴുകുന്നു. സമതലത്തോട് ചേർന്ന് നദി ഒഴുകുന്ന ഘട്ടമാണ് എന്നറിയപ്പെടുന്നത് ലോവർ സ്റ്റേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി പ്രധാനമായിട്ടും ഈ ഘട്ടത്തിന്റെ പ്രത്യേകത, മധ്യഘട്ടത്തിൽ മിയാണ്ടറുകളുണ്ട്, വളവുകൾ, സിനിയോൺ കർവ്സ് ഉണ്ട്. പക്ഷേ ഈ ഘട്ടത്തിന്റെ പ്രത്യേകത വെച്ചാൽ സെഡിമെന്റ്സ് കൂടുതലായതുകൊണ്ട് റിവേഴ്സ് മിയാണ്ടർ മോർ, നദിയിൽ വളവുകൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ചോദിച്ചാൽ പറയണം, അവസാന ഘട്ടമാണല്ലോ, വാർദ്ധക്യ ഘട്ടമാണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? ധാരാളം സെഡിമെന്റ്സ് എന്ത് ചെയ്യാറുണ്ട്? നിക്ഷേപിക്കപ്പെടാറുണ്ട്. അപ്പോൾ സെഡിമെന്റ്സ് ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രത്യേകത ആക്റ്റീവ് ഡെപ്പോഷണൽ ആക്ടിവിറ്റീസ് ആണല്ലേ. ഡെപ്പോഷണൽ ആക്ടിവിറ്റി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇനി ഇറോഷണൽ ആക്ടിവിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്ന എന്തായിരിക്കും? കുറവായിരിക്കും. അപരദനം ഏറ്റവും കുറവും, ഡെപ്പോഷണൽ ആക്ടിവിറ്റി എന്തുമായിരിക്കും? വളരെ കൂടുതലുമായിരിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ഏതൊക്കെയെന്നുള്ള കാര്യം പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഫ്ലഡ് പ്ലെയിൻ പറയാം, പ്രളയ സമതലങ്ങൾ എന്ന് നമ്മൾ പറയുമല്ലേ. ദെൻ നമുക്ക് ഏത് പറയാം? ഡെൽറ്റ പറയാം. ഏതാണ്? ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞേ? ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റാസ്. അപ്പോൾ പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? ഫ്ലഡ് പ്ലെയിനും ഡെൽറ്റയും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ആദ്യം എന്താണ്? ഭൂരൂപങ്ങൾ. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ ഭൂഭാഗങ്ങൾ. ഓരോ ഭൂരൂപങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നു? ഷേപ്പ്, സൈസ്, മെറ്റീരിയൽ കോമ്പോസിഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ നമ്മൾ പറഞ്ഞത് ഈ ലാൻഡ് ഫോംസ് രൂപപ്പെടുവാൻ രണ്ട് കാരണങ്ങൾ കാരണമാകാറുണ്ട്. പ്രധാനപ്പെട്ട പ്രോസസ് ജിയോമോർഫിക് പ്രോസസ് ആൻഡ് ദെൻ ജിയോമോർഫിക് ഏജൻസീസ്. ഈ ജിയോമോർഫിക് പ്രോസസിന്റെ പ്രൈമറി ആക്ടിവിറ്റീസ് ആണ് രണ്ടെണ്ണം, ഇറോഷനും ഡെപ്പോസിഷനും. അപ്പോൾ എന്താണ് ഇറോഷൻ, എന്താണ് ഡെപ്പോസിഷൻ എന്ന കാര്യമാണ് നമ്മൾ അടുത്തത് പഠിച്ചത്. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് റണ്ണിങ് വാട്ടറെ കുറിച്ചായിരുന്നു. ആദ്യത്തെ ജിയോമോർഫിക് ഏജൻസി ആയിട്ടുള്ള റണ്ണിങ് വാട്ടറെ കുറിച്ചുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിലെന്ത് കാര്യം നമ്മൾ പറഞ്ഞേ? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം സൃഷ്ടിക്കുന്നു. അതിനുശേഷം റണ്ണിങ് വാട്ടർ, നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നദിയുടെ നദിയുടെ എന്താണ് ഒറിജിൻ പ്ലേസ് അറിയപ്പെടുന്ന പേര്, എൻഡിങ് പോർഷൻ അറിയപ്പെടുന്ന പേര്, റിവർ സോഴ്സ്, റിവർ മൗത്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം റിവർ സോഴ്സിനെയും റിവർ മൗത്തിനെയും ബേസ് ചെയ്ത് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഘട്ടത്തെ ബേസ് ചെയ്ത് നദിയുടെ ഒഴുക്കിനെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തരംതിരിക്കാമെന്നും അതിൽ അപ്പർ സ്റ്റേജ് എന്താണ്, മിഡിൽ സ്റ്റേജ് എന്താണ്, ലോവർ സ്റ്റേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇറോഷണൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റേജ്, ഇറോഷണൽ ആക്ടിവിറ്റി ഏറ്റവും കുറവ് ലാസ്റ്റ് സ്റ്റേജ്, ഡെപ്പോഷണൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ലാസ്റ്റ് സ്റ്റേജ് ആണല്ലേ. ഇനി മിയാണ്ടർ കൂടുതലായിട്ട് കർവ് ചെയ്യുന്നത് എവിടെയാണ്? റിവേഴ്സ് മിയാണ്ടർ മോർ ലാസ്റ്റ് സ്റ്റേജ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓരോന്നിലുണ്ടാവുന്ന ഭൂരൂപങ്ങൾ, ആദ്യത്തിൽ വെള്ളച്ചാട്ടം, വാട്ടർഫാളും, ദെൻ വി ഷേപ്ഡ് വാലി ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ മിയാണ്ടറും ഓക്സ്ബോ ലേക്സുമായി. അടുത്ത ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ നമ്മൾ ഏതാ പറഞ്ഞേ? ഫ്ലഡ് പ്ലെയിനും ഡെൽറ്റയുമാണ് നമ്മൾ അവസാന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ട കാര്യം, നേരത്തെ പഠിച്ചൊരു ഒരു ഘടകം കൂടി നമ്മൾ പഠിക്കണം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്? ഏതൊക്കെ ഘടകങ്ങളാണ് നദിയുടെ അപരദന പ്രവർത്തനത്തെ, ഇറോഷണൽ ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്നത് തുടങ്ങിയ കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്
ഇറോഷണൽ ആക്ടിവിറ്റി ഓഫ് എ റിവർ, ഒരു നദിയുടെ എന്തിനെ അപരദന തീവ്രതയെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെ, പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫാക്ടേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അത് ചിലതിൽ മാത്രമേ മാറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നദി എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നീക്കം ചെയ്യണം. അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം റോക്ക് സ്ട്രക്ചർ, ശിലാഘടനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ടോപ്പ് ഓഫ് ദി ടെറൈൻ, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, അതായത് ശിലാഘടനയും പ്രദേശത്തിന്റെ ചരിവ് കൂടുതലാണെങ്കിൽ ഇറോഷണൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. പെട്ടെന്ന് വസ്തുക്കൾ നീക്കം ചെയ്തുകൊണ്ട് അങ്ങ് പോവാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഘടകം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഘടകം എന്നറിയപ്പെടുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വെലോസിറ്റി ഓഫ് ദ ഫ്ലോ. എന്താ? ഒഴുക്കിന്റെ വേഗത എങ്ങനെയായിരിക്കും? ഒഴുക്കിന്റെ വേഗത കൂടുതലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എന്തായിരിക്കും അവിടെ? ഒഴുക്കിന്റെ വേഗത കൂടുതലാണെങ്കിൽ സെഡിമെന്റ്സ് എളുപ്പത്തിൽ നീക്കം ചെയ്യാം. ഒഴുക്കിന്റെ വേഗത കുറവാണെങ്കിൽ സെഡിമെന്റ്സ് നീക്കം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സാവധാനത്തിലായിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇറോഷണൽ ലാൻഡ് ഫോംസ്, അപരദന ഭൂരൂപങ്ങൾ ഏതൊക്കെ എന്നുള്ള കാര്യമാണ്. നദി, ഒഴുകുന്ന ജലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് എർത്ത് സർഫസിൽ കുറേ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ഏതൊക്കെ എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം പഠിക്കുവാനായിട്ട് പോകുന്നത് വാലീസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. താഴ്വരകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. റീസെൻ്റായിട്ട് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ +1 NCERT പാഠഭാഗത്തിൽ നിന്ന് +1 NCERT നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം പഠിക്കുവാനായിട്ട് പോകുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നമ്മൾ ആദ്യം താഴ്വരയെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക. ഒരു താഴ്വരയുടെ തുടക്കം ഇവിടെ ചിത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. ഒരു താഴ്വരയുടെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ദ ബിഗിനിങ് ഓഫ് വാലീസ് ഈസ് മാർക്ക്ഡ് ദ ഫോർമേഷൻ ഓഫ് ഷാലോ സ്മാൾ ചാനൽസ് ഓൺ ദി എർത്ത് സർഫസ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഭൗമോപരിതലത്തിലുള്ള ചെറിയ അരുവികളും നീർച്ചാലുകളും ഒക്കെ കൂടിച്ചേർന്നാണ് ഒരു വലിയൊരു താഴ്വരയുടെ തുടക്കം. ചിത്രത്തിൽ കാണിച്ച പോലെ ഇവിടെ ആദ്യം നദി നല്ല രീതിയിൽ ഒഴുകുന്നുണ്ടല്ലേ. അതിന് മുമ്പ് ഈ ഭാഗത്തു നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വെള്ളം ഇങ്ങനെ ഒഴുകി വരാറുണ്ട്. ഇത് ചെറിയ ചെറിയ അരുവികളും ചാലുകളും എല്ലാം കൂടിച്ചേർന്നാണ് എന്ത് ചെയ്യാറുള്ളത്? നദി എന്ത് ചെയ്യുന്നത്? കൂടിച്ചേർന്ന് ഒഴുകാറുള്ളത്. അതായത് ദ ബിഗിനിങ് ഓഫ് എ വാലി ഈസ് മാർക്ക്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഷാലോ സ്മാൾ ചാനൽസ്, ചെറിയ അരുവികൾ ഒക്കെ കൂടിച്ചേർന്നാണ് എന്ത് ചെയ്യാറുള്ളത്? ആദ്യം എന്ത് ചെയ്യാറുള്ളത്? നദികൾ എന്ത് ചെയ്യാറുള്ളത്? ഒഴുകാറുള്ളത്. ഈ ചെറിയ ചാനൽസ് എല്ലാം കൂടിച്ചേർന്ന്, നാരോ ചാനൽസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഇവയെ പറയുന്ന പേരാണ്, മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും നീർച്ചാലുകൾ എന്ന് പറയും. എന്ത് പറയൂടാ? നീർച്ചാലുകൾ. അത് ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നത് പറയും റിൽസ് എന്ന് പറയും. എന്ത് പറയും? റിൽസ്. ഇതാണ് എക്സാമിന് ചോദിച്ചത്. അതായത് നദിയുടെ ഉപരിഘട്ടത്തിൽ, അപ്പർ സ്റ്റേജില് ചെറിയ അരുവികളെല്ലാം കൂടിച്ചേർന്ന്, മലയാളത്തിൽ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇങ്ങനെയാ ചോദിച്ചേ, റില്ലുകൾ രൂപപ്പെടുന്നു എന്നൊക്കെയാണ് ചോദിച്ചത്. റില്ലുകൾ, ഇതേ സെയിം സംഭവം. റില്ലുകൾ അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന പേരാണ് എന്ത്? നീർച്ചാലുകൾ എന്നാണ് പറയുന്നത്. നീർച്ചാലുകൾ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് റിൽസ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് റിൽസ് എന്ന് ചോദിച്ച് നമ്മൾ പറയണം ഭൗമോപരിതലത്തിലുള്ള ചെറിയ ചാലുകളും അരുവികളൊക്കെ കൂടിച്ചേർന്നാണ് നദികൾ എന്ത് ചെയ്യാറുള്ളത്? ഒഴുകാറുള്ളത്. ഈ നദികളെല്ലാം ഒഴുകി, അല്ലെങ്കിൽ ഈ നദികളെല്ലാം ഈ ജലാശയ ഭാഗങ്ങൾ ഈ ജലാശയ ഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് എന്ത്? റിൽസ്, നീർച്ചാലുകൾ എന്ന പേരിൽ എന്ത് ചെയ്യും? അറിയപ്പെടും. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? ഈ നീർച്ചാലുകൾ എന്ത് ചെയ്യും? അവിടെ വലുപ്പം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആസ് ദ റിൽസ് ഇൻക്രീസ് ഇൻ ദ ഡെപ്ത് ആൻഡ് വിഡ്ത്ത്, അതായത് നീർച്ചാലുകളുടെ ആഴവും വലിപ്പവും ഒക്കെ എന്ത് ചെയ്യും? വർദ്ധിക്കും. വർദ്ധിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? ഇവ ഗള്ളീസ് ആയിട്ട് മാറും. ഈ റിൽസിന്റെ ആഴവും വലിപ്പമൊക്കെ വർദ്ധിക്കുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗള്ളീസ്, ഗള്ളികൾ എന്നൊക്കെ നമ്മൾ പറയും. ഇത് കറക്റ്റ് NCERT എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ള. നമ്മൾ ഒന്നാമത് പഠിക്കാൻ പോകുന്ന ഭൂരൂപത്തിന്റെ പേര് വാലീസ് എന്നാണ്, ലാൻഡ് ഫോമിന്റെ പേര്. വാലീസ് നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾ വാലീസിനെ കുറിച്ച് പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഭൗമോപരിതലത്തിലുള്ള ചെറിയ അരുവികളും ചെറിയ ജലാശയ ഭാഗങ്ങളൊക്കെ കൂടിച്ചേർന്ന് നദിയുടെ ഒഴുക്കിന്റെ വേഗത, നദിയല്ല, ആ ജലാശയ ഭാഗത്തിന്റെ ഒഴുക്കിന്റെ വേഗത എന്ത് ചെയ്യും? കൂടുകയും ഇവ കൂടിച്ചേർന്ന് ചെറിയ നീർച്ചാലുകൾ, റിൽസുകൾ ഫോം ചെയ്യുകയും ചെയ്യും. ഈ നീർച്ചാലുകളുടെ ആഴവും വലിപ്പവും കൂടുമ്പോൾ അവ അറിയപ്പെടുന്ന പേരാണ് ഏത്? ഗള്ളീസ് എന്ന പേരിൽ അറിയപ്പെടും. എന്ത് അറിയപ്പെടാ? ഗള്ളീസ്. ഈ ഗള്ളീസ് എന്ത് ചെയ്യാന്നറിയാമോ? ഈ ഗള്ളീസിന് എന്ത് ചെയ്യും? അവ വീണ്ടും വലുതാവും. എന്ത് ചെയ്യും? ഡീപ്പർ ആൻഡ് വൈഡർ ഇവഞ്ച്വലി ഫോംസ് വാലീസ്. ഗള്ളീസിന് വലിപ്പവും ആകൃതിയും കൂടിയവ എന്ത് ചെയ്യും? താഴ്വരകളായി രൂപപ്പെടും. അത്തരത്തിൽ രൂപപ്പെടുന്ന താഴ്വരയ്ക്ക്
യു രൂപമാണെങ്കിൽ അതെന്തായിരിക്കും? യു രൂപ താഴ്വരയായിരിക്കും. വി രൂപമാണെങ്കിൽ അത് ഏതായിരിക്കും? വി ഷേപ്ഡ് വാലി ആയിരിക്കും. ഇത്തരത്തിൽ രൂപപ്പെട്ട താഴ്വരയാണ് ഏത്? വി ഷേപ്ഡ് വാലി. ശരിക്കും യു ഷേപ്ഡ് വാലി രൂപപ്പെടുന്ന ഗ്ലേഷ്യർ ആണ്. നമ്മൾ അതിൽ എന്ത് ചെയ്യും? പറയും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് വാലീസ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു ഓർഡർ മാത്രം നോക്കിയാൽ മതി. ആദ്യം എന്താണ് പറഞ്ഞത്? സ്മാൾ ചാനൽസ്. സ്മാൾ ചാനൽസ് എന്തായിട്ട് മാറും? റിൽസിലേക്ക് ലീഡ് ചെയ്യും. റിൽസിന്റെ വിഡ്ത്തും ഡെപ്തൊക്കെ കൂടി എന്തായിട്ട് മാറും? ഗള്ളീസ് ഫോം ചെയ്യും. ഗള്ളീസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് എന്താവും? വാലീസും ആവും. ഇനി നോക്കണം, ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഡെപ്ത്. അപ്പോൾ ആഴം, സൈസ് വലിപ്പം, ആൻഡ് ഷേപ്പ് ആകൃതി. വാലീസിന് നമുക്ക് പല രീതിയിൽ, അപ്പോഴാ ഇത്തരത്തിൽ രൂപപ്പെടുന്ന വാലീസിന്റെ ആഴത്തെയും വലിപ്പത്തെയും ആകൃതിയെയും ബേസ് ചെയ്ത് ഈ താഴ്വരകളെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. ഇതെല്ലാം ഓരോ ലാൻഡ് ഫോംസ് ആണ്. ഫസ്റ്റ് വൺ ഏതാ? വി ഷേപ്ഡ് വാലി, ഗോർജസ്, കന്യോൺസ് തുടങ്ങിയവയായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ നമ്മൾ അറിയപ്പെടും. അപ്പോൾ താഴ്വരകൾ അവയുടെ ആകൃതി, ആഴം, വലിപ്പം തുടങ്ങിയ രീതിയിൽ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വി ഷേപ്ഡ് വാലി. ഗോർജസ്. ഈ ഗോർജസിന്റെ മലയാളം ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാര്യം ചെറിയ ലോ ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മലയാളം ഒന്ന് പറയാൻ ശ്രമിച്ചു. ഞാൻ പറയുന്ന മുമ്പ് തന്നെ അങ്ങനെ പറയുന്ന പേരാണ് ഗിരികന്ധരം എന്ന പേരിലാണ് പറയപ്പെടാറുള്ളത്. സാധാരണ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഹിമാലയൻ നദി സിന്ധു. ചോദിക്കാറില്ലേ കൂടുതൽ എന്താണ് ഗിരികന്ധരം, ഗോർജസ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതേപോലെ കന്യോൺ, ഗിരികന്ധരത്തെക്കാൾ കുറച്ചും കൂടെ മാറ്റിയുള്ള മലയാളത്തിൽ നമ്മൾ പറയുന്ന ടൈമാണ് ബൃഹത് ഗിരികന്ധരം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ ഇത്തരത്തിലാണ് ഏത് രൂപപ്പെടാറുള്ളത്? വി ഷേപ്ഡ് വാലി എന്ത് ചെയ്യാറുള്ളത്? രൂപപ്പെടാറുള്ളത്. നമ്മൾ ഒന്നാമത്തെ ലാൻഡ് ഫോം പഠിച്ചത് വാലി, താഴ്വരകളെ കുറിച്ചാണ്. ആദ്യം ഭൗമോപരിതത്തിൽ ചെറിയ നദിയുടെ ജലാശയ ഭാഗങ്ങളൊക്കെ കൂടി ചേർന്ന് റിൽസ്, നീർച്ചാലുകളുടെ ആഴവും വലുപ്പവും കൂടി ഗള്ളീസ് ഫോം ചെയ്യും. ഗള്ളീസിന്റെ ആഴവും വലുപ്പം കൂടി വാലീസ് ഫോം ചെയ്യാറുണ്ട്. വാലീസിന്റെ ഡെപ്ത്, സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് ഓരോ പേരിൽ അറിയപ്പെടും. വി ഷേപ്പിലാകുമ്പോൾ വി ഷേപ്ഡ് വാലി, ദെൻ ഗോർജസ്, കന്യോൺസ്, അങ്ങനെ പല പേരുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അറിയപ്പെടാറുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇതാ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? എന്താണ് ഗോർജസ്? ഇവിടെ ഉണ്ടല്ലേ, ഗോർജസ് കൊടുത്തിട്ടുണ്ട്. വി ഷേപ്ഡ് വാലി, ഏകദേശ താഴ്വര കണ്ടോ ഒരു വി ഷേപ്പിലൊക്കെയാണ് കിടക്കുന്നതല്ലേ, വി ഷേപ്പിലുള്ള വി ഷേപ്ഡ് വാലി. പിന്നെ ഇത് കണ്ടോ, ഏതാണ്? കന്യോൺ ഉണ്ടല്ലേ, കന്യോൺ. കോണിപ്പടികൾ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ? പടികൾ പോലെയൊക്കെ ഉള്ള ആകൃതി. ഗിരികന്ധരങ്ങൾ, വലിയ കുഴികളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് പറയാം. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഗോർജസ് ആണ്. ഏതാണ്? ഗോർജസ്. അപ്പോൾ ഗോർജസ് എന്നുള്ള കാര്യമാണ് പറയാൻ പോണത്. അപ്പം മലയാളം നിങ്ങൾ മറക്കരുത്. ഗോർജസിന്റെ മലയാളം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഗോർജസിന്റെ മലയാളം ഗിരികന്ധരം എന്നാണ് മലയാളം. ഗിരികന്ധരം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഗിരികന്ധരം എന്താണെന്ന് ചോദിച്ചാൽ, ഗോർജസ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ഗോർജസ് ആർ നാരോ വാലീസ് വിത്ത് വെരി സ്റ്റീപ്പ് സൈഡ്സ് ദാറ്റ് ആർ കാർഡ് ഔട്ട് ബൈ ദ ഫ്ലോ ഓഫ് വാട്ടർ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചാൽ, ഗോർജസ് എന്ന് പറഞ്ഞാൽ നാരോ, ഇടുങ്ങിയാണല്ലേ, വളരെ ഇടുങ്ങിയ പ്രദേശമായിട്ട്. നദി കണ്ട ചെറിയ രീതിയിലാണ് നദി ഒഴുകുന്നതായിട്ട് വെള്ളം നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ ചോദിച്ചാൽ പറയണം, നദികളുടെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പർവ്വതങ്ങളുടെ ഇരുവശത്തും രൂപപ്പെടുന്ന നദികളുടെ ഇടുങ്ങിയ ഭാഗത്തേക്ക് നമ്മൾ പറയുന്ന പേരാണ് ഏത്? ഗോർജസ് എന്ന് പറയും. അപ്പൊ നദികൾ ശക്തമായിട്ട് ഒഴുകാറുണ്ട്. നദികൾ ശക്തമായിട്ട് ഒഴുകാൻ നേരത്ത് നദികളുടെ ചരിവുള്ള പ്രദേശങ്ങളുടെ ഇരുവശത്തും നദികളുടെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് ഇടിഞ്ഞു രൂപപ്പെട്ടുള്ള മലയിടുക്കുകളെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഗിരികന്ധരം അല്ലെങ്കിൽ ഗോർജസ് എന്നൊക്കെ പറയാറുള്ളത്. അത് ഗോർജസ് എന്ന് പറഞ്ഞാൽ നാരോ വാലീസ് ആണ്, ഇടുങ്ങിയ പ്രദേശമാണ്. ചരിവുള്ള പ്രദേശങ്ങളുണ്ടാകുന്ന ഇതിന്റെ ഇരുവശത്തും ഉണ്ടാവുന്ന ഇടുങ്ങിയ പ്രദേശമാണ് എന്നറിയപ്പെടുന്നത് ഗിരികന്ധരം എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. ഗോർജസ് ആർ നാരോ വാലീസ് വിത്ത് വെരി സ്റ്റീപ്പ് സൈഡ്സ്. രണ്ട് വശങ്ങളും എന്തായിരിക്കും? നല്ല സ്റ്റീപ്പ് ആയിരിക്കില്ലേ? സ്റ്റീപ്പ് സൈഡ്സ് ദാറ്റ് ആർ carved out by the flow of water. നദിയുടെ ശക്തമായ ഒഴുക്കിനെ തുടർന്നാണ്. ഇത് ഉപരിഘട്ടമായതുകൊണ്ട് അതിന്റെ ഒഴുക്കിന്റെ വേഗത എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇവിടുത്തെ നമുക്ക് പറയേണ്ടത് കന്യോൺസ് ആണ്. ഏതാണ്? കന്യോൺസ്. നമ്മൾ മലയാളത്തിൽ ബൃഹത് ഗിരികന്ധരം എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടാറുള്ളത്. എന്താണ് ബൃഹത് ഗിരികന്ധരം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഈ ഗോർജസിന് വീണ്ടും ആഴവും വലിപ്പമൊക്കെ എന്ത് ചെയ്യും? കൂടും. ഡീപ് ഗോർജസ് വെയർ the sides of valleys have been shaped like staircases due to flow of rivers. അപ്പോൾ ഇതിന്റെ ആകൃതിക്ക് പ്രാധാന്യം കൊടുക്കണം. നദികളുടെ ഇരുവശത്തും നദിയുടെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് നദികളുടെ ഇരുവശത്തും ഇടിഞ്ഞുണ്ടാകുന്ന സ്റ്റെയർകേസ്, കോണിപ്പടികൾ പോലെയൊക്കെ കാണപ്പെടുന്ന ഭാഗത്ത് ഇവിടെ കയറി ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന പോലെ തോന്നും. അപ്പോൾ കോണിപ്പടികൾ പോലെയൊക്കെ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കന്യോൺസ്. ബൃഹത് ഗിരികന്ധരം എന്ന് പറയും. പറഞ്ഞ കാര്യം സിമ്പിളാണ്. ഗോർജസ് എന്ന് പറഞ്ഞാൽ നദിയുടെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് നദികളുടെ ഇരുവശത്തും ഇടിഞ്ഞുണ്ടാകുന്ന ഭാഗമാണ് എന്നറിയപ്പെടുന്നത്
ഇടുങ്ങിയ മലയിടുക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോർജസ് എന്ന് പറയുന്നത്. ഇനി നദി ശക്തമായിട്ട് ഒഴുകുമ്പം ഗോർജസുകൾക്ക് എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യൂടാ, ഇടുങ്ങി അവ എന്ത് ചെയ്യും, ആ ഭാഗങ്ങൾ എന്തായിട്ട് കാണപ്പെടും, അവയുടെ സൈഡ്സ് രണ്ട് വശം എന്തിങ്ങനെ രൂപപ്പെടും, ഷേപ്പ് ലൈക്ക് സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസ് മീൻസ് എന്താണ് സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു പ്ലേസ് അല്ലേ, സ്റ്റെയർ കേസിൻ്റെയൊക്കെ പോലെയുള്ള ഒരു പ്രദേശമായിട്ട് അല്ലെങ്കിൽ അതേപോലെ ഫീൽ ചെയ്യുന്ന ഒരു ലാൻഡ് ഫോമാണ് എന്നറിയപ്പെടുന്നത് കന്യോൺ എന്ന് പറയുന്നു. എന്താണ്, ബൃഹത് ഗിരികന്ധരം. കോണിപ്പടികൾ, ആ ടൈമിന് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ, ശ്രമിക്കുക. കോണിപ്പടികൾ പോലെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞിട്ട് പോകുന്ന പോർട്ട് ഹോൾസിനെ കുറിച്ചാണ്. പോർട്ട് ഹോൾസ്, ഈ പോർട്ട് ഹോൾസും പ്ലങ് പൂൾസൊക്കെ നമ്മൾ സാധാരണ കാണപ്പെടാറുള്ള കാര്യമാണ്. അപ്പം നമുക്ക് എന്താണ് പോർട്ട് ഹോൾസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. എന്താണ് പോർട്ട് ഹോൾസ്? പോർട്ട് ഹോൾസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ മലയാളം ഒന്ന് ഓർത്തിരിക്കുക. പോർട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉൾക്കുഴികൾ എന്നാണ് പറയാറുള്ളത് കേട്ടോ. എന്ത് പറയൂടാ, ഉൾക്കുഴികൾ. അതായത് ഈ നമ്മുടെയൊക്കെ പരിസരത്തോ വീടിൻ്റെ സൈഡിലോ ഒക്കെ ഏതെങ്കിലും ചെറിയ നീർച്ചാലുകളോ ചെറിയ തോടുകളോ അരുവികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ തോടിൻ്റെയും അരുവിയുടെയും ആ ചെറിയ നദിയുടെയും പുഴയിലൊക്കെ ചെറിയ ചെറിയ പാറക്കല്ലുകൾ എന്ത് ചെയ്യാറുണ്ട്, രൂപപ്പെടാറുണ്ട്. കണ്ടില്ലേ, ഈ പാറക്കല്ലുകളിലൊക്കെ കറക്റ്റ് സർക്കുലർ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലുണ്ടാവുന്ന കുഴികൾ രൂപപ്പെടാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഈ കുഴികളെ അറിയപ്പെടുന്ന പേരാണ് പോർട്ട് ഹോൾസ് എന്ന് പറയും, ഉൾക്കുഴികളെന്ന് പറയും. മിക്ക ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. ഈ കറക്റ്റ് ഉയരം കൂടിയ പാറയുടെ മുകൾ ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു വലിയൊരു കുഴിയായിരിക്കും. അവിടെ വെള്ളം വന്ന് നിറഞ്ഞ് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒന്ന് വീഴുന്നത് പോലെ തോന്നും. അപ്പോൾ അതിന് നമ്മൾ ഉൾക്കുഴി എന്ന് പറയാം. നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ പറയണം എങ്ങനെയാണിത് ഉൾക്കുഴികൾ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ പോർട്ട് ഹോൾസ് രൂപപ്പെടുന്നത് വെച്ചാൽ പറയുക. നദികൾ ഒരു പ്രദേശത്തുകൂടി, നദികൾ പാറക്കെട്ടുകൾ കൂടി നിരന്തരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ആ പാറകളിൽ എന്ത് ചെയ്യും, ഉരസലൊക്കെ ഉണ്ടാവും അല്ലേ. ഈ ഉരസലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അപരതന നിരന്തരമായിട്ട് ഇതിൽ കടന്നു പോകുമ്പം ഉരസൽ പ്രക്രിയയുടെയൊക്കെ ഫലമായിട്ട് നിരന്തരമായിട്ട് റബ്ബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ നദിയുടെ ശക്തമായ ആ ഒഴുക്കിൻ്റെ ഫോഴ്സിനെ തുടർന്ന് അവിടെ സാവധാനം ആ ഭാഗങ്ങൾക്ക് മാറ്റം സംഭവിച്ച് ആ ഭാഗം പാർട്ടിക്കിൾസ് ഇളകിപ്പോയി അവിടെ എന്ത് രൂപപ്പെടാറുണ്ട്, ഒരു റൗണ്ട് ഷേപ്പ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇങ്ങനെയാണ് ഏത് രൂപപ്പെടാറുള്ളത്, പോർട്ട് ഹോൾസ് രൂപപ്പെടാറുള്ളത്. അതായത് സർക്കുലർ പിറ്റ്സ് ഫോംഡ്, സർക്കുലർ പോട്ട്സ് ആണ് കേട്ടോ, സർക്കുലർ പോട്ട്സ് ഫോംഡ് ഇൻ ഹില്ലി റീജിയൻ. കണ്ടോ, മലയോര മേഖലകളിലാണ്, മലമ്പ്രദേശങ്ങളിലാണല്ലേ, ഉയരം കൂടിയ മലകളിൽ നിന്നാണ് നദികൾ എന്ത് ചെയ്യാറ്, ഉത്ഭവിക്കുള്ളത്. ആ നദികളിൽ നിന്ന് ഉത്ഭവിച്ച് വരുമ്പോഴത്തേക്ക് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് റബ്ബിങ് ഓഫ് റോക്ക്, തുടർച്ചയായിട്ട് പാറകൾ ഉരസൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഫ്രാഗ്മെന്റ്സ് ബൈ ദ ഫോഴ്സ് ഓഫ് റിൽസ്, നീർച്ചാലുകളുടെയൊക്കെ ശക്തമായ ഫോഴ്സിനെ തുടർന്ന്, ശക്തിയെ തുടർന്ന് രൂപപ്പെടുന്ന സർക്കുലർ പിറ്റ്സ്, സർക്കുലർ പോട്ട്സ്, ആ റൗണ്ട് ഷേപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഏത്, ഉൾക്കുഴികൾ എന്ന് പറയും. എന്താ പറയുക, ഉൾക്കുഴി. ഇനി അതേപോലെതാണ് പ്ലങ് പൂൾസ്. പ്ലങ് പൂൾസ് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേര് ഉരക്കുഴി എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഉൾക്കുഴികളും ഉരക്കുഴികളും എന്ന പേരിലാണ് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പോർട്ട് ഹോൾസ് എന്താണെന്ന് അറിയാമെങ്കിൽ അതിൻ്റെ ഭയങ്കര എളുപ്പമാണ് എന്നറിയപ്പെടുന്നത് പ്ലങ് പൂൾസ് എന്നറിയപ്പെടുന്നത്. അപ്പം വേറെ ഒന്നുമില്ല, ഉരക്കുഴികളെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ലാർജ് ആൻഡ് ഡീപ്പ് പോട്ട്സ് ഫോംഡ് ആസ് ദ. അപ്പം എന്താണ് പറഞ്ഞത്, വലുതും ആഴം കൂടിയതുമായിട്ടുള്ളത്. അപ്പം എന്താണ് പറഞ്ഞത്, വലുതും ആഴം കൂടിയതുമായിട്ടുള്ള പോട്ട്സ് എന്ത് ചെയ്യും, പിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഫോം ചെയ്യും അറ്റ് ദ ബേസ് ഓഫ് വാട്ടർഫാൾസ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, വെള്ളച്ചാട്ടങ്ങൾ, നിങ്ങൾ ഏതൊരു വെള്ളച്ചാട്ടം എടുത്താലും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് ജലം താഴേക്ക് വീഴുന്നതിന് നമ്മൾ വെള്ളച്ചാട്ടം, വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഈ വെള്ളം വന്ന് വീഴുന്ന ഭാഗത്ത് തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഇങ്ങനെ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുകയാണല്ലോ, ആ വീഴുന്ന ഭാഗത്തെ പാറകൾക്ക് എന്ത് രൂപപ്പെടാറുണ്ട്, ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, ഒരു കുഴി രൂപപ്പെടാറുണ്ട്. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വീഴുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മുങ്ങിയൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ആ ഭാഗത്തെ, ആ പാറയ്ക്കുണ്ടാകുന്ന ആ കുഴിയെ അറിയപ്പെടുന്ന പേരാണ് ഇത് പ്ലങ് പൂൾസ് അല്ലെങ്കിൽ ഉരക്കുഴി എന്ന് പറയും. അപ്പോൾ എന്താ പറഞ്ഞേ, ലാർജ് ആൻഡ് ഡീപ്പ് പിറ്റ്സ് ഫോംഡ് അറ്റ് ദ ബേസ് ഓഫ് വാട്ടർഫാൾസ്. അതായത് വെള്ളച്ചാട്ടങ്ങളുടെ ചുവട് ഭാഗത്ത് രൂപപ്പെടുന്ന കുഴികളെ അറിയപ്പെടുന്ന പേരാണ് ഇത് പ്ലങ് പൂൾസ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. നമ്മൾ ഏതൊക്കെ ലാൻഡ് ഫോംസാണ് പഠിച്ചേ, ഉൾക്കുഴികൾ, ഉരക്കുഴികൾ, ദെൻ കന്യോൺസ്, ബൃഹത് ഗിരികന്ധരം, ദെൻ ഗോർജസ്, ഗിരികന്ധരം, ദെൻ ആദ്യം നമ്മൾ ഇതാ പഠിച്ചേ വാലി. എന്താണ് വാലി, അതിൽ റിൽസ് എന്താണ്, ദെൻ റില്ലുകളുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ് റില്ല് ഗള്ളിയാവും, ഗള്ളീസ് എന്ത് ചെയ്യും, വാലീസ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ബേസിൽ മറ്റ് ലാൻഡ് ഫോംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാലീസ്, കന്യോൺസും ഗോർജസും വി ഷേപ്ഡ് വാലിയൊക്കെ രൂപപ്പെടുന്നു എന്നുള്ള കാര്യം പറഞ്ഞു.
അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്ന ലാൻഡ് ഫോമാണ് വാട്ടർഫാൾ. ആ ചിത്രം കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ലാൻഡ് ഫോം. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന്, നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള റീജിയനിൽ നിന്ന് ജലം താഴേക്ക് പതിച്ച് രൂപപ്പെടുന്ന ഭൂരൂപമാണ് എന്നറിയപ്പെടുന്നത് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ വെള്ളച്ചാട്ടം എന്താണെന്ന് നോക്കിയേ. ഇപ്പോൾ ചോദിച്ചാൽ വെള്ളച്ചാട്ടം സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പറയണം, ദ ലാൻഡ് ഫോം ക്രിയേറ്റഡ് വെൻ സോഫ്റ്റർ റോക്ക് ഇൻ എ വാലി. അതായത് ഒരു താഴ്വരയിൽ നോക്കുമ്പോഴത്തേക്ക് മൃദുവായിട്ടുള്ള പാറകളും കാണും, മൃദുശിലകളും കാണും, എന്തും കാണും, കാഠിന്യമായിട്ടുള്ള ശിലകളും കാണും. പണ്ട് മുതലേ ഉള്ള നല്ല ഉറച്ച പാറകൾ അവിടെ കാണപ്പെടാറുണ്ട്. വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് വെൻ സോഫ്റ്റർ റോക്സ് ഇൻ എ വാലി. അതായത് താഴ്വരയിലുള്ള മൃദുശിലകൾക്ക്, സോഫ്റ്റ് റോക്സ് എന്ത് ചെയ്യും, കൂടുതൽ ഇറോഷൻ, അപരദനം സംഭവിക്കും. അതുവഴി കൂടുതൽ വെള്ളം എന്ത് ചെയ്യും, കടന്നു പോകും. വെയർ ഹാർഡ് ആൻഡ് സോഫ്റ്റ് റോക്സ് ആർ ഇന്റർമിങ്കിൾഡ് അണ്ടർ ഗോ മോർ ഇറോഷൻ. അതായത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു താഴ്വര എടുത്താൽ അവിടെ മൃദുശിലയും കാണും, കഠിനമായ ശിലകളും കാണും, ഓൾഡസ്റ്റ് ആയിട്ടുള്ള റോക്കും കാണും, എങ്ങനത്തെ റോക്കും കാണും, സോഫ്റ്റ് റോക്സും കാണും. ഇതിൽ കൂടുതൽ ഇറോഷന് വിധേയമാവുന്നത് മൃദുശിലകൾക്കാവും. ഇത്തരത്തിൽ മൃദുശിലകൾക്ക്, സോഫ്റ്റ് റോക്സിന് ഇറോഷൻ സംഭവിച്ച് അതുവഴി ജലം ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് താഴേക്ക് പതിച്ച് രൂപപ്പെടുന്ന ഭൂരൂപത്തെ അറിയപ്പെടുന്ന പേരാണ് ഇത് വെള്ളച്ചാട്ടം. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് ജലം താഴേക്ക് പതിച്ച് രൂപപ്പെടുന്ന ലാൻഡ് ഫോമാണ് വെള്ളച്ചാട്ടം. കൂടുതൽ അപരദനത്തിന് വിധേയമാവുന്നത് ഏതായിരിക്കും, സോഫ്റ്റ് റോക്ക് ആയിരിക്കും. ഇത്ര കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇത് പറയുന്ന കാര്യം നോക്കിയേ. അടുത്തത് മിയാണ്ടർ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഏതാണ് മിയാണ്ടർ? റീസെൻ്റായിട്ട് നടന്ന റിസൾട്ടൊക്കെ വന്ന ഒരു പരീക്ഷയിൽ OA, കേരള ബാങ്ക് OAക്ക് പ്രിലിംസിനോ മെയിൻസിനോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. കൂടുതൽ ആൾക്കാർ തെറ്റിച്ച ക്വസ്റ്റ്യനാണ്. മലയാളത്തിലായിരുന്നു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, നദീ മാർഗത്തിൽ രൂപപ്പെടുന്ന വളവുകൾ സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നദീ മാർഗത്തിൽ രൂപപ്പെടുന്ന വളവുകൾ സൃഷ്ടിക്കുന്ന ഭൂരൂപം. ഓപ്ഷൻ എ ഏതായിരുന്നു, മിയാണ്ടർ. ഓപ്ഷൻ ബി ഓക്സ്ബോ ലേക്ക് എന്നൊക്കെ ആയിരുന്നു. കൂടുതൽ ആൾക്കാരും മിയാണ്ടർ എഴുതി തെറ്റിച്ചിട്ടുണ്ട്. അത് മിയാണ്ടർ അല്ല അതിൻ്റെ ഉത്തരം. നദീമാർഗത്തിൽ രൂപപ്പെടുന്ന വളവുകൾ സൃഷ്ടിക്കുന്ന ഭൂരൂപം എന്നാണ് ക്വസ്റ്റ്യൻ. നദീമാർഗത്തിൽ രൂപപ്പെടുന്ന വളവുകൾ ആണ് മിയാണ്ടർ, അത് സൃഷ്ടിക്കുന്ന ഭൂരൂപം ഓക്സ്ബോ ലേക്കാണ്. അപ്പോൾ നമ്മൾ ആ ഡിഫറൻറ്റ് എന്താണ് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മിയാണ്ടർ എന്നുള്ള കാര്യം പറയാം. വക്രവലയങ്ങൾ എന്നുള്ള കാര്യമൊക്കെ പറയും. അപ്പോൾ മിയാണ്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, നമ്മൾ നേരത്തെ പഠിച്ചു, ഇത് രൂപപ്പെടുന്ന പ്രധാനമായിട്ടും മധ്യഘട്ടത്തിലാണ്. പക്ഷെ കൂടുതൽ നദികൾ വളയുന്നത് ലോവർ സ്റ്റേജിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് മധ്യഘട്ടമാകുമ്പോൾ, സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നദിയുടെ ഒഴുക്കിൻ്റെ വേഗത എന്ത് ചെയ്യൂടാ, അങ്ങ് കുറയും. ആസ് ദ വെലോസിറ്റി ഓഫ് റിവർ ഫ്ലോ ഡിക്രീസസ്. അതായത് നദിയുടെ ഒഴുക്കിൻ്റെ വേഗത കുറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, സെഡിമെന്റ്സ് ഗെറ്റ് ഡെപ്പോസിറ്റഡ്. സെഡിമെന്റ്സ്, അവസാദങ്ങൾ എന്ത് ചെയ്യും, നദികൾ എന്ത് ചെയ്യും, നിക്ഷേപിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ നദികൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒഴുകുകയാണ്. നദികൾ ഇങ്ങനെ ഒഴുകാൻ നേരത്ത് നദിയിൽ വേസ്റ്റ് ഉണ്ട്. അപ്പം നദി എന്ത് ചെയ്യും, വേസ്റ്റ് ഉള്ളതുകൊണ്ട് നേരെ ഒഴുകൂല, നദി എന്ത് ചെയ്യും, വളഞ്ഞൊഴുകും. വളഞ്ഞിങ്ങനെ ഒഴുകി ഇവിടെയും വേസ്റ്റ് ഉണ്ട്, അപ്പം നദി എന്ത് ചെയ്യും, വീണ്ടും വളഞ്ഞൊഴുകും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഇത്തരത്തിൽ നദീമാർഗത്തിൽ രൂപപ്പെടുന്ന വളവുകളെ, ഇപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആസ് ദ വെലോസിറ്റി ഓഫ് റിവർ ഫ്ലോ ഡിക്രീസസ്, നദിയുടെ ഒഴുക്കിൻ്റെ വേഗത കുറയുമ്പോൾ സെഡിമെന്റ്സ് ഗെറ്റ് ഡെപ്പോസിറ്റഡ്. എപ്പോഴാണ് കുറയുന്നത്, അവസാദങ്ങൾ നിക്ഷേപിക്കുമ്പോൾ. ആൻഡ് ദ റിവേഴ്സ് ബിഗിൻ ടു മിയാണ്ടർ, കർവിലോട്ട് രൂപപ്പെടും. നദികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, വളയുവാനായിട്ട് തുടങ്ങും. പിന്നെ എന്ത് ചെയ്യും, ദ ബെൻസ് ഫോംഡ് ഇൻ ദ റിവർ കോഴ്സ് ഇൻ മാനർ ആർ കാൾഡ് മിയാണ്ടർ. വേറെ ഒന്നുമില്ല, അത്ര പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം മിയാണ്ടർ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മിയാണ്ടർ ഏതാ, നദികൾ ഇങ്ങനെ വളഞ്ഞൊഴുകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആ വളവിനെ പറയുന്ന പേരാണ് ഇത്, മിയാണ്ടർ. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞത് ഓക്സ്ബോ ലേക്കാണ്. ഓക്സ്ബോ ലേക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് എട്ടാമത്തെ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഓക്സ്ബോ ലേക്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഓക്സ്ബോ ലേക്സ് ആണ് അടുത്തത്. ഓക്കെ, ഓക്സ്ബോ ലേക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, നമ്മൾ പറഞ്ഞതുപോലെ നദികൾ ഇങ്ങനെ വളഞ്ഞൊഴുകുകയാണ് അല്ലേ, നദികൾ ഇങ്ങനെ വളഞ്ഞൊഴുകുകയാണ്. നമുക്ക് ഇങ്ങനെ വളഞ്ഞൊഴുകാൻ നേരത്ത് എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് കഴിയുമ്പോൾ ശക്തമായിട്ട് മഴയൊക്കെ പെയ്യും. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നദിയുടെ ഒഴുക്കിൻ്റെ വേഗത എന്ത് ചെയ്യും, കൂടും. നദിയുടെ ഒഴുക്കിൻ്റെ വേഗത കൂടുമ്പോഴത്തേക്ക് നദി എന്ത് ചെയ്യും, നേർരേഖ പ്രാപിക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന ജലാശയ ഭാഗം നദിയിൽ നിന്ന് എന്ത് ചെയ്യും, ഒറ്റപ്പെട്ട് ഇവിടെ അങ്ങനെ എന്ത് ചെയ്യും, കാണപ്പെടും. ഇങ്ങനെ നദിയിൽ നിന്നും ഒറ്റപ്പെട്ട് കാണപ്പെടുന്ന ഈ ജലാശയ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഓക്സ്ബോ ലേക്ക് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടും. അതായത് നദി വളഞ്ഞൊഴുകുകയും അവസാദങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നദി വളഞ്ഞൊഴുകുകയും നദി വളഞ്ഞൊഴുകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യപ്പെടാറുണ്ട്,
നേരത്തെ ഉണ്ടായിരുന്ന വളവ് മാറി നദി നേർരേഖയിൽ ഒഴുകുമ്പം നദിയിൽ നിന്നും വേറിട്ട് കാണപ്പെടുന്ന ജലാശയ ഭാഗത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? ഓക്സ്ബോ ലേക്ക് എന്ന പേരിൽ അറിയപ്പെടും. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. നദീമാർഗത്തിൽ രൂപപ്പെടുന്ന വളവുകൾ സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത്? അതേതാണ്? ഓക്സ്ബോ ലേക്കാണ്. നമ്മൾ പഠിച്ച ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പറയണം. വാട്ടർഫാൾ, ഗോർജസ്, കന്യോൺസ്, ദെൻ വാട്ടർഫാൾ, വി ഷേപ്ഡ് വാലി, ദെൻ ഓക്സ്ബോ ലേക്സ് തുടങ്ങിയവയാണ് നമ്മൾ പഠിച്ച ഇറോഷണൽ ലാൻഡ് ഫോംസ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് എന്താ? ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്നുള്ള വസ്തുതകളാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. നിക്ഷേപണ ഭൂരൂപങ്ങൾ. ഓക്കെ, നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് അലൂവിയൻ ഫാനാണ്. എക്കൽ വിശറികളാണ്. ഏതാണ്? എക്കൽ വിശറികളെ കുറിച്ചുള്ള കാര്യമാണ് പറയേണ്ടത്. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ SCRT ചാപ്റ്റർ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിനകത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ഉത്തരമഹാസമതലത്തിൽ ഏത് ഭാഗത്താണ് എക്കൽ വിശറികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഈ അലൂവിയൻ ഫാനിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. അത് ബ്രഹ്മപുത്ര പ്ലെയിൻസിലാണ്, ബ്രഹ്മപുത്ര സമതലത്തിലാണ് അലൂവിയൻ ഫാൻസ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. അപ്പോൾ എന്താണ് അലൂവിയൻ ഫാൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എന്താണ് എക്കൽ വിശറികൾ എന്ന് ചോദിച്ചാൽ നിക്ഷേപണ ഭൂരൂപമാണേ. അപ്പോൾ സെഡിമെന്റ്സ് നിക്ഷേപിച്ചായിരിക്കും രൂപപ്പെടുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പർവ്വത പ്രദേശത്തോട് ചേർന്ന്. ഏത് പ്രദേശത്തോട് ചേർന്നായിരിക്കും? മൗണ്ടെയിൻ ഏരിയയോട് ചേർന്ന്. ഏത് ഏരിയയിലായിരിക്കും ഇത് പ്രധാനമായിട്ടും രൂപപ്പെടുന്നത്? മൗണ്ടെയിൻ ഏരിയയോട് ചേർന്നായിരിക്കും ഇത് രൂപപ്പെടുന്നത്. എങ്ങനെ രൂപപ്പെടുന്നത് ചോദിച്ചാൽ നമ്മൾ പറയണം ആൻ അലൂവിയൻ ഫാൻ ഈസ് എ, ഒരു എക്കൽ വിശറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ ട്രയാങ്കിൾ ഷേപ്ഡ് ഡെപ്പോസിറ്റ് ഓഫ് സെഡിമെന്റ്സ് ലെഫ്റ്റ് ബൈ സ്ട്രീം ദാറ്റ് എമർജ് ഫ്രം എ നാരോ കന്യോൺ ഓർ കന്യോൺ. അതായത് നമ്മൾ കന്യോൺ പഠിച്ചില്ലേ? ബൃഹത് ഗിരികന്ധരങ്ങൾ പഠിച്ചില്ലേ? ഈ കന്യോൺസിൽ, ഗിരികന്ധരങ്ങളിൽ, ഇടുങ്ങിയ പ്രദേശ നദികളുടെ ഇരുവശങ്ങളിലും ട്രയാങ്കുലർ ഷേപ്പിൽ എക്കല് നദികൾ വഹിച്ചുകൊണ്ടിരുന്ന, പ്രധാനമായിട്ടും ഇന്ത്യയിലാണെങ്കിൽ ഹിമാലയൻ നദികളാണ്, എക്കല് നിക്ഷേപിച്ചു കൊണ്ടുവന്ന് ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു ഫാൻ്റെ രൂപത്തിലൊക്കെ ഫോം ചെയ്യുന്ന സ്ട്രീംസ് ആയിട്ട് വന്ന് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് മൗണ്ടെയിൻ ഏരിയാസിൽ രൂപപ്പെടുന്ന പ്ലെയിൻസിനെ, താഴ്ന്ന സ്ഥലത്ത് രൂപപ്പെടുന്ന ഫ്ലാറ്റർ പ്ലെയിൻസിൽ രൂപപ്പെടുന്ന ഒരു ഭൂരൂപമാണ് എന്നറിയപ്പെടുന്ന അലൂവിയൻ ഫാൻ. വേറെ ഒന്നുമില്ല, ഇത്ര പഠിച്ചാൽ മാത്രം മതി. എന്താ? റണ്ണിങ് വാട്ടറിന്റെ ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസ് ആണ് അലൂവിയൻ ഫാൻ. എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്? എവിടെയാണ് രൂപപ്പെടുന്നത്? മൗണ്ടെയിൻസ് ഏരിയസിലായിരിക്കും, പർവ്വത പ്രദേശത്തായിരിക്കും രൂപപ്പെടുന്നത്. പർവ്വത പ്രദേശത്ത് എക്കല് നിക്ഷേപിക്കുമ്പം അത് ഒരു വിശറിയുടെ രൂപത്തിലാവുമെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? അലൂവിയൻ ഫാൻ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയപ്പെടും. അത്ര മാത്രം എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുക. ഇതിന് കാരണമാകുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് എവിടെയാണ് രൂപപ്പെടുന്നത് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് നാരോ കന്യോൺ റീജിയനിലോ അല്ലെങ്കിൽ മൗണ്ടെയിൻ റീജിയനിലോ ഒക്കെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ ചിത്രമൊക്കെ അത് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ. അടുത്ത ഡെൽറ്റ. ഡെൽറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണേ. ഡെൽറ്റ അപ്പോൾ ശ്രദ്ധിക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഡെൽറ്റാസ് ആർ ഫാൻ ഷേപ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഫാൻ ഷേപ്ഡ് വെറ്റ്ലാൻഡ് ഓർ ലാൻഡ് ഷേപ്ഡ് ക്രിയേറ്റ് അറ്റ് ദ മൗത്ത് ഓഫ് റിവർ. അതായത് നദീമുഖത്തിൽ, ഒരു നദിയുടെ അവസാന ഘട്ടത്തിൽ കടലിലോ മറ്റ് ജലാശയങ്ങളിലോ പതിക്കുന്നതിന് മുമ്പ് രൂപപ്പെടുന്ന ഒരു ഭൂരൂപമാണ്. പ്രധാനമായിട്ടും ഇതും ട്രയാങ്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്യാറുള്ളത്? രൂപപ്പെടാറുള്ളത്. ഓക്കെ. ശ്രദ്ധിക്കാം. നമ്മൾ അടുത്ത പറഞ്ഞ ഇത്ര കാര്യമേ ഉള്ളൂ. പ്രധാനമായിട്ട് ഇത് രൂപപ്പെടുന്നത് നദീമുഖത്തിലാണ്. ഡെൽറ്റാസ് ത്രികോണ ആകൃതിയിലാണ് കേട്ടോ. ഫാൻ ഷേപ്പ് പഠിക്കേണ്ട. ട്രയാങ്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്യാറുള്ളത്? വെറ്റ്ലാൻഡ്സ് എന്ത് ചെയ്യാറുള്ളത്? പ്രധാനമായിട്ടും രൂപപ്പെടാറുള്ളത്. ഇത് വേർ ഇറ്റ് ഫ്ലോട്ട്സ് ഇൻ ടു എ ലാർജർ ബോഡി ഓഫ് വാട്ടർ സച്ച് ആൻ ഓഷൻ ഓർ ലേക്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നദീമുഖങ്ങളിൽ, നദി പതിക്കുന്ന അവസാന ഭാഗങ്ങളിൽ, അതൊന്നുകിൽ കടലാവാം, കായലാവാം, ഈ ഭാഗങ്ങളിൽ ട്രയാങ്കുലർ ഷേപ്പിൽ രൂപപ്പെടുന്ന നിക്ഷേപണ ഭൂരൂപങ്ങളെ പറയുന്ന പേരാണ് എന്ത് പേരിൽ അറിയപ്പെടും? ഡെൽറ്റാസ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക. ദേ ആർ ഫോംഡ് ബൈ റെഗുലർ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ്. അതായത് തുടർച്ചയായിട്ടുള്ള നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ഇത്തരം ഭൂരൂപങ്ങൾ എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുന്നത്. ദെൻ വിച്ച് ബിൽഡപ്സ് ദ ലാൻഡ് ഓവർ ടൈം. ഒന്നും വേണം, നമുക്ക് ഇത്ര കാര്യം മാത്രം ആലോചിച്ചാൽ മതി. പറഞ്ഞ കാര്യം എന്താ? നിക്ഷേപണ ഭൂരൂപമാണ്, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് സെഡിമെന്റ്സ് നിക്ഷേപിക്കുന്നുകൊണ്ടാണ് ഇത് രൂപപ്പെടാറുള്ളത്. ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. എവിടെയിരിക്കും? ഒന്നുകിൽ എവിടെയിരിക്കും? കടലിൽ എൻഡ് ചെയ്യുന്ന, നദി അവസാനമായിട്ട് പതിക്കാൻ പോകുന്ന സമുദ്രത്തിന്റെ തീരത്തോ അല്ലെങ്കിൽ തടാകങ്ങളിലോ കായലുകളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാറുള്ളത്? ഈ ഡെൽറ്റാസ് എന്ത് ചെയ്യാറുള്ളത്? കാണപ്പെടാറുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്
ഫ്ലഡ് പ്ലെയിൻസ് ആണ്, നമ്മൾ പ്രളയ സമതലങ്ങൾ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ, കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായ വർഷം ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായ വർഷം ഞാൻ പറയുമ്പോൾ ഒന്ന് എഴുതുമ്പോൾ പറയാൻ ശ്രമിക്കണം നിങ്ങൾ. കേരളത്തിലെ മഹാപ്രളയം, ടോവിനോടെ സിനിമ അങ്ങ് ആലോചിച്ചാൽ മതി അല്ലേ, 2018 ആണല്ലേ. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായ വർഷം എന്താണ്? 2018 ആണ്. അപ്പം നമുക്ക് ഫ്ലഡ് പ്ലെയിൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കുക. അടുത്ത ഫ്ലഡ് പ്ലെയിൻ ആണ് പ്രളയ സമതലങ്ങൾ. ഈ പ്രളയ സമതലം എങ്ങനെയായിരിക്കും രൂപപ്പെടുന്നത്? പ്രളയം ഉണ്ടാകുന്ന സമയത്തായിരിക്കും, ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യാറുള്ളത്? പ്രളയ സമതലങ്ങൾ എന്ത് ചെയ്യാറുള്ളത്? രൂപപ്പെടാറുള്ളത്. അതായത് എ ഫ്ലഡ് പ്ലെയിൻ ഈസ് ജനറലി ഫ്ലാറ്റ് ഏരിയ ഓഫ് ലാൻഡ് നെക്സ്റ്റ് ടു എ റിവർ ഓർ സ്ട്രീം. ഒരു നദിയോ മറ്റ് അരുവികളോ ഒഴുകുന്ന ഭാഗത്ത് കാണപ്പെടുന്ന, ആ നദി ഒഴുകുന്ന ഫ്ലാറ്റർ ഏരിയയിൽ, താഴ്ന്ന പ്രദേശത്ത് രൂപപ്പെടുന്ന സമതലങ്ങളെ, അതായത് ശക്തമായിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നദികൾ താഴ്ന്ന പ്രദേശയുടെ അവസാന ഭാഗത്തോടെ ഒഴുകുമ്പോഴത്തേക്ക് നദിയിലെ വെള്ളം എന്ത് ചെയ്യും? കരകവിഞ്ഞൊഴുകും. കരകവിഞ്ഞൊഴുകുമ്പം ആ പരന്ന നിരപ്പായുള്ള സ്ഥലത്ത് എക്കലുകൾ നിക്ഷേപിച്ച് വിസ്തൃതമായ സമതലങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട സമതലമാണ് നോർത്തേൺ പ്ലെയിൻസ് ഒക്കെ നമുക്ക് പറയാം. ഉത്തരമഹാസമതലമൊക്കെ ഫ്ലഡ് പ്ലെയിൻസിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമായിട്ടുള്ള ഉത്തരേന്ത്യൻ സമതലം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പ്ലെയിനൊക്കെ ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ടു ദ ഔട്ടർ എഡ്ജസ് ഓഫ് ദ വാലീസ്. അതായത് താഴ്വരകളുടെ ഇരുവശങ്ങൾ, ഔട്ടർ ഏരിയാസിലാണ് പ്രധാനമായിട്ടും ഫ്ലഡ് പ്ലെയിൻസ് എന്ത് ചെയ്യാറുള്ളത്? രൂപപ്പെടാറുള്ളത്. അതായത് ശക്തമായിട്ട് ജലം ഒഴുകുമ്പോഴത്തേക്ക് നദിയിലെ ജലം കരകവിഞ്ഞൊഴുകുകയും നദിയുടെ ഇരുവശങ്ങളിലും എക്കലോ മറ്റ് സെഡിമെന്റ്സോ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റ് ലാൻഡ് ഫോമാണ് എന്നറിയപ്പെടുന്നത് ഫ്ലഡ് പ്ലെയിൻസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അടുത്ത നാച്ചുറൽ ലീവ്സ്. ഇത് സെയിം ആണ്, പ്രകൃതിയാൽ തന്നെ രൂപപ്പെടുന്നതാണ്. അടുത്തൊരു ഡെപ്പോസിറ്റ് ലാൻഡ് ഫോംസ് ആണ് നാച്ചുറൽ ലീവ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, നാച്ചുറൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നാച്ചുറൽ ലീവ്സ് ഈസ് എ ലോ ലീനിയർ റിഡ്ജ് ഓഫ് deposit sediment, typically sand and silt that formed along the banks of river. അതായത് പ്രധാനമായിട്ടും നദികളുടെ ഇരുവശത്തും മണലോ ചരലോ ചെളിയോ നിക്ഷേപിച്ച് രൂപപ്പെട്ട ഒരു സമതല പ്രദേശത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്നറിയപ്പെടുന്നു നാച്ചുറൽ ലീവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നാച്ചുറൽ ലീവ്സ് എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശത്ത് പ്രധാനമായിട്ടും ഇടുങ്ങിയ വശങ്ങളിലൊക്കെ ആയിട്ട് സെഡിമെന്റ്സ് നിക്ഷേപിക്കുന്നു. പ്രധാനമായിട്ടും എന്തൊക്കെയായിരിക്കും? മണലോ ചരലോ ഒക്കെ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ആ പ്രദേശത്തെ നമ്മൾ പറയുന്ന പേരാണ്, റിവർ ബാങ്ക്സിലൊക്കെ കാണപ്പെടുന്ന ആ പ്രദേശത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇത് നാച്ചുറൽ ലീവ്സ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മൾ പഠിച്ച ലാൻഡ് ഫോംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഡിപ്പോസിറ്റ് ലാൻഡ് ഫോംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. നമ്മൾ ആദ്യം പഠിച്ചത് നാച്ചുറൽ ലീവ്സ് ആണ്. ദെൻ പഠിച്ചത് ഏതാണ്? പിന്നെ പഠിച്ചേ നാച്ചുറൽ ലീവ്സിന് ശേഷം പിന്നെ ഏതാ പഠിച്ചേ? ഫ്ലഡ് പ്ലെയിൻസിനെ കുറിച്ച് പഠിച്ചു. ഫ്ലഡ് പ്ലെയിൻസിന് ശേഷം നമ്മൾ ഏതാ നോക്കി? ഡെൽറ്റ എന്ത്. ദെൻ ആദ്യം പഠിച്ച ഏതാ? ഡെൽറ്റയ്ക്ക് ശേഷം നമ്മൾ ഏതാ പഠിച്ചേ? അലൂവിയൻ ഫാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചത്. നമുക്ക് അടുത്ത ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമിലോട്ട് പോകാം. ശ്രദ്ധിക്കുക, നമ്മൾ അവസാനം പറഞ്ഞത് നാച്ചുറൽ ലീവ്സിനെ കുറിച്ചാണ്. ഇത് നമുക്ക് അടുത്ത പറയേണ്ടത് പോയിന്റ് ബാർസിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അടുത്ത നമുക്ക് പറയേണ്ടത് ഏതാണ്ടാ? പോയിന്റ് ബാർസ്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ കുറിച്ച് പറയാം. പോയിന്റ് ബാർസ്. പോയിന്റ് ബാർ എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യമേ ഉള്ളൂ. ഒരു പോയിന്റ് ബാർ എന്ന് പറഞ്ഞ ലാൻഡ് ഫോം എങ്ങനെയാണ് രൂപപ്പെടുന്നത് ചോദിച്ചാൽ അത് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് തന്നെയായിരിക്കും. ഈ ചിത്രം കണ്ടില്ലേ? നദികൾ ഇങ്ങനെ വളഞ്ഞൊഴുകും അല്ലേ? വളഞ്ഞൊഴുകുകയാണ്, ഇങ്ങനെ വളഞ്ഞൊഴുകാൻ നേരത്ത് വളഞ്ഞിങ്ങനെ ഒഴുകുകയാണ് അല്ലേ? നദികൾ ഇങ്ങനെ വളഞ്ഞൊഴുകാൻ നേരത്ത് നദികളുടെ ഇരുവശങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു ഗ്യാപ്പ് ഫോം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ഒരു ഗ്യാപ്പ് രൂപപ്പെടാറുണ്ട്. ഈ ഭാഗങ്ങളിൽ സെഡിമെന്റ്സ് നിക്ഷേപിക്കപ്പെടുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത് പേര് അറിയപ്പെടാറുള്ളത്? പോയിന്റ് ബാർസ് എന്ന് അറിയപ്പെടും. അതായത് നദികളിൽ സെഡിമെന്റ്സ് കൂടുമ്പോഴാണ് നദികൾക്ക് വളമുണ്ടാവുന്നത്. ഇങ്ങനെ നദികൾ വളഞ്ഞൊഴുകുമ്പം ആ വളഞ്ഞ ഭാഗത്തു നിന്നും വേസ്റ്റുകൾ ഇപ്പുറത്തോട്ട് വരും. ആ ഇടുങ്ങിയ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോയിന്റ് ബാർസ് എന്ന് പറയും. അതായത് ഇവിടെ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചേ, പോയിന്റ് ബാർ ഈസ് എ സെഡിമെന്ററി ലാൻഡ് ഫോം. അപ്പോൾ പോയിന്റ് ബാർ ഒരു സെഡിമെന്ററി ലാൻഡ് ഫോം ആണ്, ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറയണം, ഓൺ ദ ഇൻസൈഡ് ബെൻഡ് ഓഫ് എ മിയാണ്ടറിംഗ് റിവർ ഡ്യൂ ടു ഡെപ്പോസിഷൻ. അതായത് നദികൾ അവസാദങ്ങൾ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായി വളഞ്ഞു രൂപപ്പെടുകയും ആ നദികൾ വളഞ്ഞൊഴുകുന്ന ബെൻഡില്, ആ വളവില് വീണ്ടും നിക്ഷേപണങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ആ ഭാഗത്തെ, ആ പാർട്ടിനെ പറയുന്ന പേരാണ് പോയിന്റ് ബാർസ് എന്ന് പറയും. നദികൾ വളഞ്ഞൊഴുകുകയും ആ ബെൻഡിൽ കാണപ്പെടുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇത് പോയിന്റ് ബാർസ് എന്ന് പറയും. ഈ അവസാദങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ലീവ്സ്, ഇലകളൊക്കെ പോലെ ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് നാച്ചുറൽ ലീവ്സ്. ഇതാണ് ഫ്ലഡ് പ്ലെയിൻസ്. ആ ചിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും.
ഈ സാറിന് പരീക്ഷയ്ക്ക് ചോദിച്ച മിയാണ്ടറും ഓക്സ്ബോ തടാകവും ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇറോഷണൽ ലാൻഡ് ഫോം എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മിയാണ്ടറും ദെൻ ഏതാ ഓക്സ്ബോ ലേക്കും വേണമെങ്കിൽ എന്തും പറയാം, ഇറോഷണൽ ലാൻഡ് ഫോമും ആണ്, ഡെപ്പോഷണൽ ലാൻഡ് ഫോംസും ആണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇറോഷണൽ ലാൻഡ് ഫോം എന്ന പേരിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പഠിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മിയാണ്ടറും ഓക്സ്ബോ ലേക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അങ്ങ് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. മിയാണ്ടറും ഓക്സ്ബോ ലേക്കും ഒന്നും കൂടെ നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ആദ്യം മിയാണ്ടർ ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. മിയാണ്ടർ എങ്ങനെയാണ് രൂപപ്പെടുന്നതാണ് പറയാൻ പോകുന്നത്. ഓക്സ്ബോ ലേക്സ് നമുക്കറിയാലോ, ഓക്സ്ബോ ലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്സ്ബോ ലേക്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓക്സ്ബോ ലേക്ക് യൂഷ്വലി ഫോം ഇൻ ഫ്ലാറ്റ്, അതായത് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഏത് കാണപ്പെടാറുള്ളത്, ഓക്സ്ബോ തടാകങ്ങൾ കാണപ്പെടാറുള്ളത്. ഏത് സ്ഥലത്തായിരിക്കും കാണപ്പെടാറുള്ളത്, ലോ ലയിങ് പ്ലെയിൻസിലായിരിക്കും എന്ത് ചെയ്യാറുള്ളത്, കാണപ്പെടാറുള്ളത്. എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. ഓൺ ദീസ് പ്ലെയിൻസ്, ഈ സമതലങ്ങളിൽ റിവേഴ്സ് ഓഫൺ ഹാവ് വൈഡ് മിയാണ്ടർ, അതായത് നദികൾ ഇങ്ങനെ വളഞ്ഞ് ഒഴുകുകയാണ്. അതായത് ചിത്രം ശ്രദ്ധിച്ചോണേ, നദികൾ ഇങ്ങനെ വളഞ്ഞ് ഒഴുകുന്ന കണക്ക് ആദ്യം കാണിക്കുകയാണ്. നദികൾ ഇങ്ങനെ ആദ്യം വളഞ്ഞിങ്ങനെ ഒഴുകുകയാണ്, നദികൾ ഇങ്ങനെ വളഞ്ഞൊഴുകുന്ന പോലെയൊക്കെ കാണുകയാണ്. അതിനുശേഷം നദികൾ എന്ത് ചെയ്യോടാ, ശക്തമായിട്ട് ഒഴുകുമ്പോഴത്തേക്ക് ഈ ഭാഗം കൂടെ തമ്മിൽ എന്ത് ചെയ്യും, യോജിക്കുകയും ദെൻ ആ നേരത്തെ ഉണ്ടായിരുന്ന ഭാഗം എന്ത് ചെയ്യും, വേർപെട്ട് കാണപ്പെടുകയും ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ഇത് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ മിയാണ്ടർ ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഓക്സ്ബോ ലേക്കിലേക്ക് എന്ത് ചെയ്യാറുള്ളത്, ലീഡ് ചെയ്യാറുള്ളത്. ഓക്സ്ബോ ലേക്ക് യൂഷ്വലി ഫോം ഇൻ ഫ്ലാറ്റ് low lying plains close to where the river empties into another body of water. On these plains rivers often have a wide meander. ചുരുക്കി പറഞ്ഞ് ഇത്ര മാത്രം പഠിക്കുക. മിയാണ്ടർ നിന്നാണ് ഏത് രൂപപ്പെടുന്നത്, ഓക്സ്ബോ ലേക്ക് രൂപപ്പെടുന്നത്. നദീമാർഗത്തിൽ രൂപപ്പെടുന്ന വളവാണ് മിയാണ്ടർ. അതിനുശേഷം ഈ മിയാണ്ടറിൽ നിന്നും വേറിട്ട് കാണപ്പെടുന്ന ആ വാട്ടർ ബോഡി, അനദർ വാട്ടർ ബോഡി പറയുന്ന പേരാണ് ഏത്, ഓക്സ്ബോ ലേക്ക് എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. Meander that form oxbow lakes have two sets of curves, then one curving away from the straight path of their river and one curving back. ഒരെണ്ണം വളഞ്ഞു കാണപ്പെടുകയും ഒന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടൊക്കെയാണ് ഏത് രൂപപ്പെടാറുള്ളത്, ഓക്സ്ബോ ലേക്ക് രൂപപ്പെടാറുള്ളത്. ഇതിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഇത്തരത്തിൽ പ്രകൃതിയാൽ തന്നെ ഒരു ഓക്സ്ബോ ലേക്ക് രൂപപ്പെടാറുണ്ട്. ഏതാണ് ആ ഓക്സ്ബോ ലേക്സ് എന്ന് പറയാൻ പറ്റുമോ? ആ ഓക്സ്ബോ ലേക്കിന്റെ പേരാണ് വൈന്തല തടാകം എന്നാണ് പറയുന്നത്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഓക്സ്ബോ തടാകത്തിന്റെ പേര് ഏതാണ്, വൈന്തല തടാകം എന്നൊക്കെ പറയും. ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കണ്ട. കേരളത്തിലുള്ള ഓക്സ്ബോ തടാകത്തിന്റെ പേര് ഏതാണ്, വൈന്തല തടാകം എന്ന് പറയും. അത് ഏത് ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് ബ്രൈഡഡ് ചാനൽസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആ ചിത്രം നോക്കുക. അടുത്തൊരു ലാൻഡ് ഫോം ആണ്. ബ്രൈഡഡ് ചാനൽസ് ആർ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് കൺസിസ്റ്റിംഗ് മൾട്ടിപ്പിൾ ഇന്റർവിൻറ്റഡ് ഷാളോ റിവർ ചാനൽസ് സെപ്പറേറ്റഡ് ബൈ ടെമ്പററി ഐലാൻഡ്സ് കാൾഡ് ബ്രൈഡ് ബാർസ് ഓർ ഇയോട്സ്. നമുക്ക് ബ്രൈഡഡ് എന്ന് മതി, ബ്രൈഡ് എന്ന ടൈമാണ് കൂടുതൽ പറയാറുള്ളത്. അപ്പോൾ ബ്രൈഡഡ് ചാനൽസ് എങ്ങനെയാണ് രൂപപ്പെടുള്ളതെന്ന് ചോദിച്ചാൽ ഇതേ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പല തരത്തിലുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും, പരസ്പരം കൂടിച്ചേർന്ന് നോക്കിയോണേ. ബ്രൈഡഡ് ചാനൽസ് ആർ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റർവിൻറ്റഡ് ഷാളോ റിവർ ചാനൽസ്, അതായത് ഒന്നിൽ കൂടുതലുള്ള ചെറിയ നീർച്ചാലുകൾ പരസ്പരം കൂടിച്ചേർന്ന് കാണപ്പെടുന്ന ഒരു ടെമ്പററി ഐലൻഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്നറിയപ്പെടുന്നത് ബ്രൈഡഡ് ചാനൽസ്. അതായത് ഒട്ടനവധി നീർച്ചാലുകളൊക്കെ പരസ്പരം കൂടിച്ചേർന്ന് കാണപ്പെടുന്ന ഒരു ചെറിയൊരു താത്കാലികമായിട്ടുള്ള ഐലൻഡിനെ പറയുന്ന, നിക്ഷേപിക്കുമ്പോൾ ഒരു ഐലൻഡ് പോലെയൊക്കെ രൂപപ്പെടും. ഇതിനെ പറയുന്ന പേരാണ് ഇത് ബ്രൈഡഡ് ചാനൽസ്. നദികളുടെ ഒഴുക്കിന്റെ വേഗത കൂടുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, വീണ്ടും എല്ലാം കൂടെ ചേർന്നൊഴുകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബ്രൈഡഡ് ചാനൽസ് എന്ന് പറയുന്ന ലാൻഡ് ഫോം എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിരമല്ല, അതൊരു ടെമ്പററി ലാൻഡ് ഫോം ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യം ലാൻഡ് ഫോംസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇറോഷണൽ ലാൻഡ് ഫോംസ്, ഏതൊക്കെയാണ് ഡെപ്പോഷണൽ ലാൻഡ് ഫോംസ് എന്നുള്ള വസ്തുതയാണ് പഠിച്ചത്. അതിൽ ഏതാണ് ആ ജിയോമോർഫിക് ഏജൻസി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം റണ്ണിംഗ് വാട്ടറുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് വാട്ട് ഈസ് ലാൻഡ് ഫോംസ്, എന്താണ് ഭൂരൂപം, ഓരോ ഭൂരൂപങ്ങളും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, ഭൂരൂപങ്ങളെക്കുറിച്ചുള്ള പഠനം, ജിയോമോർഫോളജിയെക്കുറിച്ചുള്ള വസ്തുത, ദെൻ എന്താണ് ജിയോമോർഫിക് ഏജൻസി, ജിയോമോർഫിക് പ്രോസസ്, ദെൻ വാട്ട് ഈസ് ഇറോഷൻ, വാട്ട് ഈസ് ഡെപ്പോസിഷൻ. അതിൽ ഫസ്റ്റ് ജിയോമോർഫിക് ഏജൻസി ആയിട്ടുള്ള റണ്ണിംഗ് വാട്ടർ,
റണ്ണിങ് വാട്ടറിൻ്റെ ഒഴുക്കിനെ ഫ്ലോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒറിജിൻ പ്ലേസ് ഓഫ് റിവർ നോൺ ആസ് റിവർ സോഴ്സും, എൻഡിങ് പോർഷൻ ഓഫ് റിവറിനെ അറിയപ്പെടുന്ന പേര് നദീമുഖം എന്ന പേരിലും അറിയപ്പെട്ടു. അതിനുശേഷം നമ്മൾ പഠിച്ചത് നമ്മൾ പറഞ്ഞത് റണ്ണിങ് വാട്ടറിൻ്റെ സ്റ്റേജസിനെ റിവർ സോഴ്സ് മുതൽ റിവർ മൗത്ത് വരെയുള്ള സ്റ്റേജിനെ 3ആയിട്ട് തിരിക്കും. ആ 3 സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ള വസ്തുത, അതിൻ്റെ പ്രത്യേകത, ഓരോ ഘട്ടം അറിയപ്പെടുന്ന പേര്, ഇറോഷണൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, ഡെപ്പോഷണൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, ദെൻ ഇവിടെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെ, അതിനുശേഷം പ്രധാനപ്പെട്ട ഇറോഷണൽ ലാൻഡ് ഫോംസിൻ്റെ പേര്, ഡെപ്പോഷണൽ ലാൻഡ് ഫോംസിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഓക്കെ. നമസ്കാരം, എല്ലാവർക്കും സഹകാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപാടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാർട്ട് 2 ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം, അതായത് ബ്ലഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെയും ഘടകങ്ങളെയും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ആ ഒരു കോണ്ടൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് മക്കളെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ കണ്ടൻറ്റ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടല്ലേ. സോ കണ്ടൻറ്റ് പഠിച്ച സ്ഥിതിക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷനും ആസ് യൂഷ്വൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ആ ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോയി എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാമെന്നും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഏത് രീതിയിൽ നമുക്ക് കൊടുക്കാമെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓഫ് പാർട്ട് 2 ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഇതാണ് ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ that circulates throughout the body, delivering oxygen and nutrients to various cells and tissues? നമ്മുടെ ശരീരത്തിൽ ആരാണ് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ടുള്ളത്, എല്ലായിടത്തേക്കും ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എത്തിക്കുന്നത്? അത് ആരുടെ പണിയാണ് നമ്മൾ പഠിച്ചതാണ്? ബ്ലഡിൻ്റെ പണിയാണ് അല്ലേ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ബ്ലഡ്. സംശയമൊന്നുമില്ല, ഭയങ്കര എളുപ്പം ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ആൻ ആവറേജ് അഡൽട്ട്സ് ബോഡി വെയ്റ്റ് ഡസ് ബ്ലഡ് മേക്കപ്പ്? ഒരു ആവറേജ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ടിൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ എത്ര ശതമാനത്തോളമാണ് ബ്ലഡ് മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എത്ര ശതമാനമുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി, 8% വരും ബ്ലഡിൻ്റെ അളവ് എന്ന് നമ്മൾ പഠിച്ചു. വെയിറ്റ്, ഭാരം എന്ന് പഠിച്ചു അല്ലേ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ആൻ ആവറേജ് അഡൽട്ട് പൊസസ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്? ശതമാനക്കണക്കിൽ 8 എങ്കിൽ ലിറ്റർ കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എത്ര വരും എന്നുള്ളത് ഒരു പരീക്ഷയിൽ ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞതാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. 5 to 6 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡാണ് ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാൻ പറ്റുക. അതിൽ കൂടുതൽ വരുന്ന സാഹചര്യം ഉണ്ടാകും, ഒരല്പം കുറവ് വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിലൊരു പരിധി കൂടുതലൊന്നും കുറയാൻ സാധ്യതയില്ല, ഒരല്പം കൂടുതലൊക്കെ വരുന്ന സാഹചര്യം നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യം, വേർ ഇസ് ബ്ലഡ് ഫിൽറ്റേർഡ് ടു റിമൂവ് നൈട്രോജനസ് വേസ്റ്റ്? നൈട്രോജനസ് വേസ്റ്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എവിടെയാണ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്? ലിവറിലാണോ, സ്പ്ലീനിലാണോ, ലങ്സിലാണോ, കിഡ്നിയിലാണോ? ഇപ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് റിമൂവലിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നമ്മൾ ലങ്സ് പറയേണ്ടിയിരുന്നേനെ. ഇത് നൈട്രോജനസ് വേസ്റ്റ് റിമൂവൽ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് നമ്മൾ പഠിച്ചതാണ്, കിഡ്നിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പഠിച്ചതാണ്. അതുപോലെ ടോക്സിൻസ് ആയിരുന്നുവെങ്കിൽ, ടോക്സിക് വേസ്റ്റിൻ്റെ റിമൂവൽ ആയിരുന്നുവെങ്കിൽ ലിവറിനെയും നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ നൈട്രോജനസ് വേസ്റ്റ് എന്നതുകൊണ്ട് നമ്മൾ ആരെ കൊടുത്താൽ മതി? കിഡ്നീനെ പരിഗണിച്ചാൽ മതി. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, കിഡ്നി. അടുത്ത ചോദ്യം, the toxins from the blood are removed by which organ? Again the same question has been asked again. കഴിഞ്ഞതിനകത്ത് നൈട്രോജനസ് വേസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചോദിച്ചത് ടോക്സിൻസ് ആണ്. ബ്ലഡിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നത് ഏത് ഓർഗനാണ്? ഏത് ഓർഗൻ മക്കളെ? ഹാർട്ടാണോ? അല്ല. ലിവറാണോ? ആണ്. പാൻക്രിയാസ് ആണോ? അല്ല. ഗാൾ ബ്ലാഡർ ആണോ? ഒരിക്കലും അല്ല. ആരാണ്? ലിവർ ആണ് ആ ഓർഗൻ അല്ലേ. ഓപ്ഷൻ ബി, ലിവർ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ആർ റെഡ് ബ്ലഡ് സെൽസ് ഓൾസോ നോൺ ആസ്? RBCകളെ വിളിക്കുന്ന മറ്റൊരു പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ്സ് അതർവൈസ് കോൾഡ് ആസ് ലുക്കോസൈറ്റ്സ് ആണോ? അത് WBC ആണ് അല്ലേ. ത്രോംബോസൈറ്റ് ആണോ? അത് പ്ലേറ്റ്ലെറ്റ് ആണ് അല്ലേ. അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പിന്നെ ആരാ? പ്ലേറ്റ്ലെറ്റിൻ്റെ തന്നെ മറ്റൊരു പേര് താഴെ പ്ലേറ്റിൽ നിന്ന് പോലും ആരാ? എറിത്രോസൈറ്റ് ആണ് RBC. അപ്പോൾ ആരാ ഓപ്ഷൻ? ഓപ്ഷൻ സി, എറിത്രോസൈറ്റ് ഇസ് ദി other name for RBC. Okay, അടുത്ത ചോദ്യം, which of the following is true about red blood cells? RBCയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നത് ഏതാണ് ശരി എന്നാണ് ചോദ്യം. They have nucleus.
RBCക്ക് ഇല്ല എന്ന് പറഞ്ഞ സാധനമായിരുന്നു ന്യൂക്ലിയസ്. അപ്പോൾ അതില്ല. ദേ ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. സ്പെറിക്കൽ ഷേപ്പിലാണോ, സ്പിയർ പോലെയാണോ RBCകളിരിക്കുക? ഒരിക്കലും അല്ല. അവരുടെ ഷേപ്പ് വേറെന്തോ ആണ്, നമ്മൾ പഠിച്ചതാണ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ലിവർ. ആബ്സല്യൂട്ട്ലി നോട്ട്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി, എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോൺ മാരോ അല്ലേ? ദേ ആർ പ്രൊഡ്യൂസ് ഇൻ ദി ബോൺ മാരോ, നോട്ട് ലിവർ. അപ്പോൾ അത് മൂന്നും തെറ്റായ സ്ഥിതിക്ക് ഓപ്ഷൻ ഡി നമുക്കിനി ഒന്നും നോക്കാതെ തന്നെ അത് എഴുതാൻ പറ്റും. എന്നിരുന്നാലും നോക്കാം. ദേ ആർ ബൈകോൺകേവ് സെൽസ് വിതൗട്ട് എ ന്യൂക്ലിയസ്, വിച്ച് ഇസ് അഗെയിൻ ആബ്സല്യൂട്ട്ലി ട്രൂ. അത് ശരി തന്നെയാണ് അല്ലേ? അവർ ബൈകോൺകേവ് ആണ് സെൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, എന്നാൽ ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് ഇല്ലതാനും. അടുത്ത ചോദ്യം, ദി അയൺ റിച്ച് പ്രോട്ടീൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ് ദാറ്റ് ഗിവ്സ് ബ്ലഡ് ഇറ്റ്സ് റെഡ് കളർ ഈസ് കോൾഡ് വാട്ട്? ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന അയൺ റിച്ച് പ്രോട്ടീൻ ആരാണെന്നുള്ളതാണ്. ആരാടെ? ഓപ്ഷൻ ബി, ഹീമോഗ്ലോബിൻ അല്ലേ? ഹീമോഗ്ലോബിനാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി മെയിൻ ഫങ്ഷൻ ഓഫ് ദി റെഡ് ബ്ലഡ് സെൽസ്? RBCകളുടെ പ്രധാന പണി എന്താ? ടു ഫൈറ്റ് ഇൻഫെക്ഷൻസ്? ആബ്സല്യൂട്ട്ലി നോട്ട്. ടു ക്ലോട്ട് ബ്ലഡ്? അല്ല. ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ? യെസ്. ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്? നോ. ഇത് WBCയുടെ ആണ് അല്ലേ? ഇത് രണ്ടും WBCയുടെ പണിയാണ്. ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യലും ആൻറ്റിബോഡീസ് ഉണ്ടാക്കലും ഒക്കെ, പ്രത്യേകിച്ച് ലിംഫോസൈറ്റാണ് ആൻറ്റിബോഡീസിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ. RBCയുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ. എമംഗ് ദി ഫോളോയിങ്, എമംഗ് ദിസ് ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇത് മാത്രമാണെന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം വരുന്നുണ്ട്. സോ വിച്ച് എവർ ആർ ദി ഗിവൺ ഓപ്ഷൻസ് അക്കോർഡിംഗ് ടു ദി ഓപ്ഷൻസ്, അല്ലെങ്കിൽ എമംഗ് ദിസ് ഓപ്ഷൻസ്, ഇതിനകത്ത് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അങ്ങനെ എടുക്കാവൂ. PSC ചോദ്യങ്ങളിലെ ഓപ്ഷൻസ് പരിഗണിച്ച് ഏറ്റവും അനുയോജ്യമായ ഉത്തരം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലാണ്ട് അത് മാത്രമാണ് ശരിയെന്ന് കരുതരുത് കേട്ടോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. വിച്ച് ബ്ലഡ് സെൽസ് ആർ ദി മോസ്റ്റ് കോപ്പിയസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ബോൺ മാരോ? കോപ്പിയസ് ആയിട്ട്, ഏറ്റവും കോപ്പിയസ് ആയിട്ടുള്ള സെൽസ് ഏതെന്ന് പഠിച്ചതാണ് നമ്മൾ. RBCകളാണെന്ന് പഠിച്ചു. അടുത്ത ചോദ്യം, ദി വൈറ്റ് ബ്ലഡ് സെൽസ് ആർ ഓൾസോ നോൺ ആസ്? WBCകളെ വിളിക്കുന്ന മറ്റൊരു പേര് എറിത്രോസൈറ്റ് ആണോ? അത് RBC ആണ്. ലൂക്കോസൈറ്റ് ആണോ? അത് WBC ആണ്. ബാക്കിയുള്ളവന്മാരെ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി, ലൂക്കോസൈറ്റ്. ത്രോംബോസൈറ്റ്സും ഫാഗോസൈറ്റും ഒന്നുമല്ല, ലൂക്കോസൈറ്റ് ആണ് WBCകളുടെ മറ്റൊരു അപരനാമം. വൈ ആർ വൈറ്റ് ബ്ലഡ് സെൽസ് കളർലെസ്? എന്തുകൊണ്ടാണ് WBCക്ക് കളറില്ലാത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ ആ WBC തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു പോയ കാര്യമായിരുന്നു. ഒന്ന്, ദേ ലാക്ക് എ ന്യൂക്ലിയസ്. തെറ്റ്. ദേ ഹാവ് എ ന്യൂക്ലിയസ് ആൻഡ് ഓൾസോ ന്യൂക്ലിയസ് ഡസ് നോട്ട് ഹാവ് എനിത്തിങ് ടു ഡീൽ വിത്ത് ദി കളർ ഓഫ് ദി സെൽ. അതുകൊണ്ട് എന്തായാലും ന്യൂക്ലിയസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കളറിന് മാനദണ്ഡമല്ല. എനി ഹൗ ആ സ്റ്റേറ്റ്മെൻറ്റ് ആസ് സച്ച് അത് തെറ്റുമാണ്. രണ്ട്, ദേ ആർ സ്മോളർ ദാൻ RBC. RBCയേക്കാൾ ചെറുതാണ് എന്നത് നിറമുണ്ടാകാതിരിക്കാനുള്ള കാരണമൊന്നുമല്ലല്ലോ. വലിപ്പം നിറത്തിന് മാനദണ്ഡമല്ല, അതുകൊണ്ട് അതും തെറ്റാണ്. ദേ ആർ ഡിവോയ്ഡ് ഓഫ് ഹീമോഗ്ലോബിൻ വിച്ച് ഇസ് ആക്ച്വലി ട്രൂ. അവരിൽ എന്തില്ല? ഹീമോഗ്ലോബിൻ ഇല്ല എന്നാണ് പറയുന്നത്. നോ ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് വെരി മച്ച് ജസ്റ്റിഫൈഡ്. ബിക്കോസ് ഹീമോഗ്ലോബിനാണ് RBCക്ക് എന്ത് കൊടുക്കുന്നത്? റെഡ് കളർ കൊടുക്കുന്നത് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ഹീമോഗ്ലോബിൻ WBCയിലില്ല എങ്കിൽ WBCക്ക് എന്ത് കിട്ടില്ല? റെഡ് കളർ കിട്ടില്ല. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ദേ ആർ പ്രൊഡ്യൂസിങ് ബോൺ അല്ല, ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കളറില്ല എന്നൊന്നുമല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, the two main classification of white blood cells are? WBC നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു അത്? നിങ്ങൾ പറഞ്ഞേ. എറിത്രോസൈറ്റും ത്രോംബോസൈറ്റും ആയിരുന്നോ? അല്ല. ഇസിനോഫിലും ബേസോഫിലും ആയിരുന്നോ? അല്ല. മോണോസൈറ്റും ലിംഫോസൈറ്റും ആയിരുന്നോ? അതും അല്ല. പിന്നെ ഗ്രാനുലോസൈറ്റും അഗ്രാനുലോസൈറ്റും എന്നതായിരുന്നില്ലേ? ഗ്രാന്യൂൾസ് ഉള്ളവനും ഗ്രാന്യൂൾസ് ഇല്ലാത്തവനും എന്ന രീതിയിലല്ല നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓപ്ഷൻ സി അല്ലേ? മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് പറയാം. ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് അഗ്രാനുലോസൈറ്റ്സ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് ദി വൈറ്റ് ബ്ലഡ് സെൽസ്? WBCകളുടെ പ്രധാന പണി എന്താ? ഓക്സിജൻ ട്രാൻസ്പോർട്ടാണോ? എന്നാൽ പിന്നെ എന്തിനാ RBC അതിനകത്ത് അല്ലേ? RBCയുടെ പണിയാണ് ആരുടെ? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക. ബ്ലഡ് ക്ലോട്ടിങ് അത് പ്ലേറ്റ്ലെറ്റിൻ്റെ പണിയാണ്. ഇമ്മ്യൂണിറ്റി ആൻഡ് ഡിഫെൻസ്, ആബ്സല്യൂട്ട്ലി. ഇമ്മ്യൂണിറ്റിയും ഡിഫെൻസ് മെക്കാനിസവും ചെയ്യുക എന്നുള്ളതാണ് WBCയുടെ പണി. ന്യൂട്രിയൻ ഡെലിവറിയൊക്കെ RBCയുടെ പണിയിൽ പെടുത്താം. RBCയുടെയും പ്ലാസ്മയുടെയും പണിയായിട്ട് പെടുത്താൻ പറ്റും. എന്നിരുന്നാലും ഇമ്മ്യൂണിറ്റി ആൻഡ് ഡിഫെൻസ് മെക്കാനിസമാണ് പ്രൈമറി റോൾ ഓഫ് WBC. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഗ്രാനുലേറ്റഡ് ലൂക്കോസൈറ്റ്? ലൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ WBC. അതൊന്നും ഇനി ഞാൻ പറഞ്ഞു പോകുന്നില്ല കേട്ടോ.
ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ലൂക്കോസൈറ്റുകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. അത് ഞാൻ നിങ്ങൾക്കത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഒരു ട്രിക്ക് പറഞ്ഞായിരുന്നു അല്ലേ, ഗ്രാന്യൂൾസ് ഫില്ല് ചെയ്തിരിക്കുന്ന WBCകൾ ആര് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഫില്ലുള്ളവന്മാരെ മാത്രം നോക്കിയാൽ മതി. ആരാ ഫില്ലുള്ളവന്മാർ? ഓപ്ഷൻ ബി. എളുപ്പമല്ലേടാ ഫില്ലെന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം, വേറെ ഒന്നും നോക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാനുലോസൈറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ കോംബാറ്റിംഗ് parasitic infections and controlling mechanism associated with allergy and asthma? അലർജി, ആസ്മ പോലുള്ള മെക്കാനിസങ്ങളെ കൺട്രോൾ ചെയ്യും, പാരസൈറ്റിക് ഇൻഫെക്ഷൻസിനെ കോമ്പാക്ട് ചെയ്യാന്നുള്ള പണിയെടുക്കുന്ന WBC താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നുള്ളതാണ്. നമ്മളത് പഠിച്ചതാണ് അല്ലേ. ഏതാ? ഈസനോഫിലാണ്. ഓപ്ഷൻ ബി ഈസനോഫിൽ. അങ്ങനെ തന്നെ നമ്മൾ കണ്ടന്റ് പഠിച്ചതായിരുന്നു. അടുത്ത ചോദ്യം, വിച്ച് സെൽസ് ആർ ദി ലീസ്റ്റ് കോമൺ ഓഫ് ദി ഗ്രാനുലോസൈറ്റ്സ്? ഗ്രാനുലോസൈറ്റുകളിൽ, WBCകളിലെ ഗ്രാന്യൂൾസ് ഉള്ള സെല്ലുകളായിട്ടുള്ള ഗ്രാനുലോസൈറ്റുകളിലെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് തരുന്ന അല്ലെങ്കിൽ പ്രസൻസ് ഉള്ളത് ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ബേസിക് കണ്ടന്റിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾ ഓർക്കുന്നുണ്ടോ? ബേസിക് കണ്ടന്റിൽ മാത്രമേ കാണുള്ളൂ. ഓപ്ഷൻ സി ബേസോഫിൽ. അതാണ് ട്രിക്ക് അവിടെ. അടുത്ത ചോദ്യം, ദ റിലീസ് ഓഫ് ഹിസ്റ്റമിൻ ആൻഡ് ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് is a function of which granulocyte? ഏത് ഗ്രാനുലോസൈറ്റ് ആണ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്, ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? ആരാണ്? ഓപ്ഷൻ സി ബേസോഫിൽ. ഓപ്ഷൻ സി ബേസോഫിലാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, വിച്ച് സെൽ സെക്രീറ്റ് സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ ആൻഡ് ഹെപ്പാരിൻ? തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ, ആരാണ്? ബേസോഫിലാണ്. ഹിസ്റ്റമിനും സെപ്പാരിനും പിന്നെ സെറോട്ടോണിനും ഒക്കെ റിലീസ് ചെയ്യുന്നത് ബേസോഫിലാണ്. What percentage of WBCs are neutrophils? ന്യൂട്രോഫിൽസ് WBCയുടെ എത്രത്തോളം കണ്ടന്റിൽ പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, ഏറ്റവും അധികം WBC ആയി കാണുന്ന WBC സെല്ലുകൾ ഏതെന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോഫിലുകളാണ്. പക്ഷേ 60 to 65% ഓഫ് ദി എൻറ്റയർ WBCs. അടുത്ത ചോദ്യം, വിച്ച് സെൽസ് ആർ പ്രിഡോമിനൻറ്റ് ഇൻ പസ്? പഴുപ്പിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഏതാണ്? ഇതേ ന്യൂട്രോഫിൽസ് ആണ്, നമ്മൾ കണ്ടതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ന്യൂട്രോഫിൽ? ന്യൂട്രോഫിലിൻ്റെ ഫംഗ്ഷൻ ഈ പറയുന്നതിൽ ഏതാണ്? 1 പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്, 2 ബ്ലഡ് ക്ലോട്ടിങ്, 3 ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ വിത്ത് ലൈസോസോം, ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ. ഏതാണ് ഇതിനകത്ത്? ഓപ്ഷൻ സി അല്ലേ. ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ് അല്ലേ. ന്യൂട്രോഫിൽ ചെയ്യുന്നത് ലൈസോസോമുകളെ സെക്രീറ്റ് ചെയ്തുകൊണ്ട് ബാക്ടീരിയാസിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന പണിയാണ് എന്ന് ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു പോയതാണ്. ഓർക്കുന്നുണ്ടെങ്കിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം, ദ ലൈഫ് സ്പാൻ ഓഫ് ന്യൂട്രോഫിൽസ്. എത്രയാണ് ന്യൂട്രോഫിൽസിൻ്റെ ലൈഫ് സ്പാൻ? നമ്മൾ പഠിച്ചു, കേവലം 8 മണിക്കൂർ. ശരിയല്ലേ? കേവലം 8 മണിക്കൂർ വരെയാണ് ന്യൂട്രോഫിൽസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും ബോൺ മാരോ എന്ന് പ്രൊഡ്യൂസ് ചെയ്യുക, റീഅബ്സോർബ് ചെയ്ത് റീജനറേറ്റ് ചെയ്യും. അടുത്തത്, അഗ്രാനുലോസൈറ്റ്സ് ആർ ലൂക്കോസൈറ്റ്സ് ദാറ്റ് ഹാവ് എ ലോബ്ഡ് ന്യൂക്ലിയസ്, ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലിവർ, ആർ വിതൗട്ട് ഗ്രാന്യൂൾസ് ഇൻ ദെയർ സൈറ്റോപ്ലാസം. ഇതാകാം, ആകാതിരിക്കാം. ലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ളതാകാം, ലോബ് ചെയ്യാത്ത ന്യൂക്ലിയസ് ഉള്ളതാകാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതല്ല ഗ്രാനുലോസൈറ്റ്സ് അല്ലെങ്കിൽ ഗ്രാനുലോസൈറ്റ്സ് എന്നതിൻ്റെ മാനദണ്ഡം. ഗ്രാന്യൂൾസ് ആണ്. അപ്പോൾ ഗ്രാന്യൂൾസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, റൈറ്റ്. The two main types of agranulocytes are, ഫിൽ ഇല്ലാത്തവന്മാരെ മാത്രം നോക്കിയാൽ മതി. ഫിൽ ഇല്ലാത്തവന്മാർ ഏതൊക്കെയാണ്? മോണോസൈറ്റും ലിംഫോസൈറ്റും. ഇത് അത് തന്നെയല്ലേ പേര്, ഗ്രാനുലോസൈറ്റും തന്നെ ഇട്ടേക്കുന്നത് മെയിൻ ക്ലാസിഫിക്കേഷൻ. പിന്നെ പെടുത്താനേ വേണ്ട. മറ്റുള്ള രണ്ടിലും ഫില്ലുണ്ട്. അല്ല, നമുക്ക് വേണ്ടത് ഫില്ലില്ലാത്തവന്മാരാണ്. സോ ഓപ്ഷൻ സി മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ് എന്ന് പറയാം. അടുത്ത ചോദ്യം, which cells are described as the garbage trucks of the immune system? ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഗാർബേജ് ട്രക്ക് എന്ന് വിളിക്കുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ഏത് സെല്ലുകളെയാണ് എന്നുള്ളതാണ് ചോദ്യം. ന്യൂട്രോഫിൽസിനെയാണോ, മോണോസൈറ്റിനെയാണോ, ലിംഫോസൈറ്റിനെയാണോ, ബേസോഫിലിനെയാണോ? ഗാർബേജ് ട്രക്സ്, മോണോസൈറ്റ്സ് അല്ലേ. ഗാർബേജ് ട്രക്സ്, മോണോസൈറ്റ്സ് പഠിച്ചതാണ്. അടുത്ത ചോദ്യം, the nucleus of a monocyte is generally spherical, 2 to 5 lobed, half moon shaped or kidney shaped, absent. മോണോസൈറ്റിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും ഇവിടെ? കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ഹാഫ് മൂൺ ഷേപ്ഡ് എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം,
വാട്ട് ഈസ് എ കീ ഫങ്ഷൻ ഓഫ് മോണോസൈറ്റ്? മോണോസൈറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ത് എന്നതാണ് ചോദ്യം. പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്, ക്ലോട്ടിംഗ് ബ്ലഡ്, ക്ലീനിങ് അപ്പ് ഡെഡ് സെൽസ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് അഗെയിൻസ്റ്റ് പാത്തജൻസ്, ട്രാൻസ്പോർട്ടിംഗ് ഓക്സിജൻ. ഇറ്റ്സ് വെരി ഓബ്വിയസ്. ഇതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ട് മോണോസൈറ്റിന് പറയാൻ പറ്റുന്ന വേറൊരു കൺഫ്യൂഷനും ഇല്ല, ഓപ്ഷൻ സി ആണെന്ന് പറയാം. ഗാർബേജ് ട്രക്സ് എന്നൊക്കെ നമ്മൾ വിളിച്ച സ്ഥിതിക്ക് അത് തന്നെ പറയാം. ഡെഡ് സെൽസിനെ ക്ലീൻ ചെയ്യുന്നത് മോണോസൈറ്റുകളുടെ പണിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവനെ ഗാർബേജ് ട്രക്ക് എന്ന് വിളിക്കുന്നതെന്ന് പോലും നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം. ലിംഫോസൈറ്റ്സ് ആർ കോമൺലി നോൺ ആസ് ഗാർബേജ് ട്രക്ക്, നാച്ചുറൽ കില്ലർ സെല്ല്, ഫാഗോസൈറ്റ്, ത്രോംബോസൈറ്റ്. ഏതാ മക്കളെ ലിംഫോസൈറ്റുകൾ? ആൻറ്റിബോഡി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ടി ലിംഫോസൈറ്റ് ആൻഡ് ബി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ബി ലിംഫോസൈറ്റ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അപ്പോൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും സെൽസിനെ നശിപ്പിക്കുന്നു, പാത്തോജൻസിനെ നശിപ്പിക്കുന്നു. അപ്പോൾ കില്ലർ സെൽസ് എന്ന് വിളിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ആണ്. ലിംഫോസൈറ്റ്സ് ആർ കോമൺലി നോൺ ആസ് ദി നാച്ചുറൽ കില്ലർ സെൽസ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് സെൽസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്? ഇന്നത്തെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആരാണ്? ഞാൻ പറഞ്ഞതാണല്ലേ. ഇപ്പോൾ ബി ലിംഫോസൈറ്റ് ആരാ? നമ്മുടെ ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ആൾ എസെൻഷ്യലി ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇമ്മ്യൂണിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടി ലിംഫോസൈറ്റ് ആണെങ്കിലോ അത് സെൽ മീഡിയേറ്റഡ് ആണ്. സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ടി ലിംഫോസൈറ്റ്. അതായത് ആൻറ്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട സെല്ല് ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? സ്വാഭാവികമായിട്ടും ബി ആയിക്കോട്ടെ ടി ആയിക്കോട്ടെ, അതിൽ ബി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇമ്മ്യൂണിറ്റിനെ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഉറപ്പുള്ള കാര്യമാണ്. സോ ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ് എന്ന് നമുക്കിതിനകത്ത് ഉത്തരം കണ്ടെത്താൻ സാധിക്കും, നിസ്സംശയം പറയാൻ സാധിക്കും. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, ബാക്കിയുള്ളവന്മാരാരുമല്ല. പ്ലേറ്റ്ലെറ്റ് എന്തായാലും വരത്തില്ല അല്ലേ? അടുത്ത ചോദ്യം. ദ ടു മെയിൻ ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ്സ് ആർ? ഏതൊക്കെയാണ് ലിംഫോസൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ്? വേറൊന്നും വേണ്ട, ബിയും ടിയും ആണ് അല്ലേ? ഈ രണ്ടുമാണ് ലിംഫോസൈറ്റ്സിൽ പ്രധാനികൾ. അല്ലെങ്കിൽ ലിംഫോസൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ അതിനകത്ത്. ഇല്ല. അടുത്ത ചോദ്യം. Lymphocytes are responsible for which type of immunity? Innate and adaptive, humoral and cell-mediated, active and passive, specific and non-specific. ഏതാ? ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് എന്ന് ഞാൻ തൊട്ട് മുന്നേ സൂചിപ്പിച്ചായിരുന്നു അല്ലേ? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ ബി ലിംഫോസൈറ്റും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ടി ലിംഫോസൈറ്റുമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് വാട്ട്? എറിത്രോസൈറ്റ് ആണോ? എറിത്രോസൈറ്റ് RBC ആണ്. ലുക്കോസൈറ്റ് ആണോ? അല്ല, അത് WBC ആണ്. ത്രോംബോസൈറ്റ്സ് ആണോ? അതെ, ത്രോംബോസൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ആണ് അല്ലേ? സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. വേർ ആർ പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ്ഡ്? പ്ലേറ്റ്ലെറ്റ്സ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോൺ മാരോവിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഈസ് ടു ഹെൽപ്പ് വിത്ത് ഡാഷ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണോ? അല്ല, അത് RBC ചെയ്തോളൂ. ബ്ലഡ് ക്ലോട്ടിംഗ് ആൻഡ് കൊയാഗുലേഷൻ ആണോ? തീർച്ചയായിട്ടും അതെ. കോമ്പാറ്റിംഗ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് അത് WBC ചെയ്തോളും. പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ് അതും WBCയിൽ പെർട്ടിക്കുലർലി ലിംഫോസൈറ്റ്സ് ചെയ്തോളും. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ബ്ലഡ് കൊയാഗുലേഷൻ ആൻഡ് ക്ലോട്ടിംഗ് ആണെന്ന് തിരിച്ചറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നൗ വി ഹാവ് എ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, റൈറ്റ്? Statement 2, it makes up 8% of our body weight. That is also true. Statement 3, an average adult possesses 5 to 6 liters of blood. Again, true. Statement 4, blood enters the kidney to remove toxins. Wrong. ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പോകുന്നത് കിഡ്നിയിലോട്ടല്ല, ലിവറിലോട്ടാണ് അല്ലേ? അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പം 4 ഉള്ളതെല്ലാം എനിക്ക് കളയാം. അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ശരി എന്നുള്ളത് നമുക്ക് കളയാം. വേറെ ഒന്നിലും 4 ഇല്ല. ബാക്കി 3ഉം ശരിയാണ്. നമ്മൾ എഴുതിയ സ്ഥിതിക്ക് 1, 2 and 3 വരുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, റെഡ് ബ്ലഡ് സെൽസ് കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. യെസ്, ദേ ആർ ദി മോസ്റ്റ് കോപ്പിയസ് ബ്ലഡ് സെൽസ്. അതെ.
Their main function is to transport oxygen. ശരിയാണ്. Oxygen ശരിയാണ്. They have nucleus in humans. Absolutely not. They do not have a nucleus. അല്ലേ? ഇതിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനമായ ഉത്തരമാണ്. 4 തെറ്റാണ് എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ നമുക്ക് ഈ 3 എണ്ണത്തിന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ശരിയെന്നതിൽ പരിഗണിക്കാം. അല്ലേ? ആദ്യത്തെ 3 എണ്ണവും ശരിയാണെന്നുള്ളത് കൊണ്ട് 1, 2 and 3 മാത്രം ശരിയെന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് 4 ഉള്ള എല്ലാ ഉത്തരങ്ങളെയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. സോ ദീസ് 2 മെത്തേഡ്സ് വി ക്യാൻ യൂസ് ഇൻ ഫൈൻഡിങ് അവർ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ്. ഈ 2 മെത്തേഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. ചിലയിടങ്ങളിൽ നമുക്ക് എലിമിനേഷൻ ഗുണപ്രദമാകുക ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ദി അതർ 3 ആൻസേഴ്സ്. 4ൻ്റെ കാര്യം ഇപ്പോൾ എനിക്ക് 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷനുണ്ട്. ലെറ്റ്സ് സേ കൺഫ്യൂഷൻ ഉണ്ടെന്ന് കരുതാം. ഫോർ എക്സാമ്പിൾ മേ ബി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ, ബട്ട് ഐ എം ഷുവർ ദാറ്റ് 4th സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ് എങ്കിൽ എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇവിടെ എലിമിനേഷൻ മെത്തേഡാണ്. 1, 2 and 3 എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം 2 ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് സോ 4 എന്തായാലും തെറ്റാന്ന് ഉറപ്പായ സ്ഥിതിക്ക് 4 എല്ലാത്തിനെയും കളഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ ഉത്തരം കിട്ടും, കൺഫ്യൂഷനും മാറിക്കിട്ടും. ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ആൻസേഴ്സിലേക്ക് പോകാൻ പറ്റും. ഇത് എല്ലാ ചോദ്യത്തിലും ആപ്ലിക്കബിൾ അല്ല. ഇൻ സം ക്വസ്റ്റ്യൻസ് വി ക്യാൻ യൂസ് ദീസ് മെത്തേഡ്സ്. അടുത്ത ചോദ്യം, യെസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആർ കളർലെസ്. ശരിയാണല്ലോ, WBC കളർലെസ് ആണ്. They are classified as granulocytes and agranulocytes. ശരിയാണ്. They mainly contribute to immunity, that is also true, and they contain hemoglobin, which is false. RBC ആണ് ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഉള്ളവൻ, WBCയിൽ ഇല്ല. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയും 4 തെറ്റാണ്. 1, 2, 3 ശരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. 1, 2 and 3 ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റേറ്റ്മെൻറ്റ് 1, basophils are the most common granulocytes. 2, they secrete serotonin, histamine and heparin. Okay. 3, they are known for their role in asthma and they make up to 0.5 to 1% of the WBCs. അതും ശരിയാണ്. അപ്പോൾ എനിക്ക് 4 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. 1 മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ബേസോഫിൽസ് അല്ല, ന്യൂട്രോഫിൽസ് ആണ്. അല്ലേ? ഇവനല്ല, ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, ബേസോഫിൽസ് അല്ല. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. പക്ഷേ 2, 3, 4 ശരി തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ എ 2, 3 and 4 ആർ ദി റൈറ്റ് ആൻസർ എന്നത് പരിഗണിക്കാവുന്ന ഉത്തരമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ന്യൂട്രോഫിൽസ് ആർ നോർമലി ഫൗണ്ട് ഇൻ ദി ബ്ലഡ് സ്ട്രീം. ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ദേ ആർ ദി ഫസ്റ്റ് സെൽ ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു റെസ്പോണ്ട് ടു ആൻ ഇൻവേഡർ. അത് നമ്മൾ പഠിച്ചതാണ്. ശരിയാണ്. ആൻഡ് ദെൻ കംസ് third statement, their lifespan is up to 8 hours. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. They are trained using neutral dyes. That is also true. So all the statements in this particular question are correct. Option D is the right answer for this one. Okay, option D ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, agranulocytes have granules in their cytoplasm. agranulocytesന്റെ granules ഉണ്ടെന്ന്. തെറ്റ്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഇതും പോയി. ഇനി 2, മോണോസൈറ്റ്സ് ആർ ദി ടൈപ്പ് ഓഫ് അഗ്രാനുലോസൈറ്റ്. മോണോസൈറ്റ് അഗ്രാനുലോസൈറ്റ് ആണ്. ഇത് ശരിയാണ്. അപ്പോൾ 2 എന്തായാലും ശരിയാണ്. ഓക്കെ, 2 എന്തായാലും ശരിയാണ്. ഇനി 4ാമത്തെ നോക്കിയാലും മതി. മോണോസൈറ്റ്സ് ഹാവ് എ സിംഗിൾ ബീൻ ഷേപ്ഡ് ന്യൂക്ലിയസ്. ദാറ്റ് ഇസ് ട്രൂ. സോ ഓപ്ഷൻ സി മോണോസൈറ്റ്. കാരണം എനിക്ക് 1, 2 ശരിയാണെന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ 3 എന്തായാലും ശരിയായിരിക്കും. കാരണം ഇതിലും 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. ഇത് 2 മാത്രമേ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഉത്തരമുള്ളൂ. അല്ലേ? ഇതിലും 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. ആ സ്ഥിതിക്ക് എനിക്കിനി 4 ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. 4 ഉണ്ടെങ്കിൽ ഇത് വരും ഉത്തരം, 4 തെറ്റാണെങ്കിൽ ഇത് വരും ഉത്തരം. അതുകൊണ്ട് എനിക്ക് 3 ഞാൻ വായിച്ചു പോലും നോക്കേണ്ട കാര്യമില്ല. സോ ദിസ് ഇസ് ഹൗ യു മാനേജ് യുവർ ടൈം വെൻ ഇറ്റ് കംസ് ടു ദി എക്സാം. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഓപ്ഷനുകൾ വായിക്കുന്നതിൽ സമയം മാനേജ് ചെയ്യുന്നത് ഇങ്ങനെ വേണം. അതായത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചങ്ങ് പോകുന്നതിന് പകരം സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുക, അതിനോടൊപ്പം എന്തുകൂടി നോക്കുക, നമ്മുടെ ഓപ്ഷൻസ് കൂടെ ഒന്ന് പരിഗണിക്കുക. ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓപ്ഷൻസിൽ ഇതിൻ്റെയൊക്കെ എന്താ പറയുക അനാലിസിസ് തന്നിട്ടുണ്ടാവുക കേട്ടോ. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ ഗെറ്റ് ഇൻ ടു എ കൺക്ലൂഷൻ. അടുത്ത ചോദ്യം, ലിംഫോസൈറ്റ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്. അതെ. ദേ ആർ നോൺ ആസ് നാച്ചുറൽ കില്ലർ സെൽസ്. അതെ. They are responsible for humoral and cell-mediated immunity. And their size ranges from 8 to 10 micrometers. Yes, all the statements are correct. Option D is the right answer. കേട്ടോ, അത് ശരിയാണ്. എല്ലാം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, 1,
പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ കോൾഡ് ത്രോംബോസൈറ്റ്സ്. ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലിവർ. പ്ലേറ്റ്ലെറ്റ്സ് ലിവറിലാണോ? അല്ല, ബോൺ മാരോ തന്നെ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എങ്കിൽ ഇത് പോയി, ഇതും പോയി. ഒന്ന് ശരിയാണ് എന്ന് എനിക്കറിയാം. 4 ഇതിൽ 2 ഉണ്ട് അല്ലേ? 4 ഇതിൽ 2. അപ്പോൾ 4 എന്തായാലും ശരിയാണ്. ഇനി 3 ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചാൽ മതിയല്ലോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ ഹെൽപ്പ് ഇൻ ക്ലോട്ടിംഗ് ബ്ലഡ്. അത് ശരിയല്ലേ? അപ്പോൾ 3ഉം ശരി തന്നെയാണ്. അതിനർത്ഥം ഓപ്ഷൻ സി ആയിരിക്കും ശരി ഉത്തരം. പിടിയിട്ട് കണ്ടോ, എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ 4ാമത്തത് എനിക്ക് വായിക്കുകയോ വേണ്ട. പിടിയിട്ട് മക്കളെ. റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസോഫിൽ കണ്ടെയ്ൻസ് ലാർജ് സൈറ്റോപ്ലാസ്മിക് ഗ്രന്യൂൾസ്. ശരിയാണ്. ബേസോഫിൽ mount a non-specific immune response. That is also true. They cause bronchoconstrictions in the airways. That is true. They are the most common of the granulocytes. That is false. അത് ന്യൂട്രോഫിൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ 1, 2 and 3 ആണ് ശരി ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ന്യൂട്രോഫിൽസ് ആർ പ്രീഡോമിനൻറ്റ് സെൽസ് പ്രസൻറ്റ് ഇൻ ദി പേഴ്സ്. യെസ്, ദേ ഹാവ് 2 to 5 lobed ന്യൂക്ലിയസ്. തെറ്റാണ്. ദേ ഹാവ് വെരി ഫൈൻ ഗ്രന്യൂൾസ് ഇൻ ദെയർ സൈറ്റോപ്ലാസം. ദേ ആക്ട് ആസ് സ്ട്രോങ് ഓക്സിഡൻസ്. അപ്പോൾ ഇതിനകത്ത് ന്യൂട്രോഫിൽസിൽ 2 to 5 lobed ന്യൂക്ലിയസ് ഉണ്ട്. ശരിയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ശരിയായിട്ട് തന്നെ പരിഗണിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, മോണോസൈറ്റ്സ് ഹാവ് എ ലാർജ് ബൈലോബ്ഡ് nucleus. Yes, they make up to 6 to 8% of WBC. Yes, they primarily function is to clean up dead cells. Yes, they migrate to tissues to fight infections. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി is the right answer. അടുത്ത ചോദ്യം, red blood cells are produced in the bone marrow. ശരിയാണ്. The white blood cells are produced in the lymphoid ടിഷ്യൂ. എല്ലാ അത് ലിംഫോസൈറ്റ് മാത്രമാണ് ലിംഫോയിഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിനെയും അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. പ്ലേറ്റ്ലെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ, ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ഇൻ ലിംഫോയിഡ് ടിഷ്യൂ. ദാറ്റ് ഇസ് ട്രൂ. അതായത് 2 തെറ്റാണ്, ബാക്കിയെല്ലാം ശരി. അതിനർത്ഥം 1, 3, 4 ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ എന്ന് പറയേണ്ടി വരും. അടുത്ത ചോദ്യം, ഇസ്നോഫിൽസ് ആർ ടൈപ്പ് ഓഫ് ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ്സ് അൺഫില്ലാണ് കറക്റ്റ്, ഗ്രാനുലോസൈറ്റ് ആണ്. ബേസോഫിൽ ആർ ടൈപ്പ് ഓഫ് എഗ്രാനുലോസൈറ്റ് തെറ്റാണ്. മോണോസൈറ്റ്സ് ആർ ടൈപ്പ് ഓഫ് എഗ്രാനുലോസൈറ്റ് ശരിയാണ്. ന്യൂട്രോഫിൽസ് ഗ്രാനുലോസൈറ്റ്സ് ആണ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. 1, 3 and 4 ഇസ് ദി റൈറ്റ് ആൻസർ. 2 മാത്രമാണ് ഇതിൽ തെറ്റെന്ന് വരിക. അടുത്ത ചോദ്യം, പ്ലേറ്റ്ലെറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കൊയാഗുലേഷൻ. ശരിയാണല്ലോ. ലിംഫോസൈറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ശരിയാണ്. ന്യൂട്രോഫിൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ. ശരിയാണ്. ഇസ്നോഫിൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻ. ശരിയാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇതിനകത്ത് കറക്റ്റായിട്ട് തന്നെ വരുന്ന ഉത്തരങ്ങളാണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. നമ്മൾ ക്വസ്റ്റ്യൻസും പാർട്ട് 2മായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയാസിൻ്റെ ഇത് കംപ്ലീറ്റ്